نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. ആദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, ഒട്ടുമ്മൽ പള്ളിയിൽ ഇങ്ങനെ ഒരു സംസാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നതൊക്കെ ഏതാണ്ടൊരു 30 കൊല്ലം മുമ്പുള്ള ഓർമ്മകളാണ്. പ്രബോധന പ്രവർത്തന രംഗത്ത് ഒരു തുടക്കക്കാരനായിരുന്ന എന്നെ ഉൾക്കൊള്ളുവാനും ഈ പള്ളിയിൽ ഖുതുബ നടത്താനുള്ള ചുമതല ഏൽപ്പിക്കുവാനും അതിനുമപ്പുറത്ത് നിരന്തരമായി ഇവിടെ നടന്ന ചില ഖണ്ഡന പ്രസംഗങ്ങളിൽ പങ്കെടുപ്പിക്കുവാനുമൊക്കെ ഈ പ്രദേശത്തെ അന്നത്തെ മുജാഹിദ് പ്രവർത്തകർ കാണിച്ച സൗമനസ്യമാണ് ഇന്ന് ഈ രംഗത്ത് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു കാരണമെന്ന് നന്ദിയോടുകൂടി ഈ സമയത്ത് ഞാൻ ഓർമ്മിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനവും അതിൻ്റെ പ്രവർത്തകരുമൊക്കെ പരിഹസിക്കപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും അതിനുമപ്പുറത്ത് കയ്യേറ്റങ്ങൾക്ക് വിധേയമാവുകയും ചെയ്ത ഒരു കാലമായിരുന്നു അത്. അവിടെ നിന്ന് മാറി ഇത്രയും ഗംഭീരമായ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുവാൻ ഈ നാടിന് സാധിച്ചു എന്നത് നാം ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിൻ്റെയും നിലപാടുകളുടെയും മഹത്വമാണ് എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് ആദ്യമായി ഓർമ്മിപ്പിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തിന് വിധേയരായ ആളുകളാണ് നാം. നമുക്കറിയാം, ഈ പള്ളിയിൽ ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന, ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ആരുടെയും പേര് ലോകത്തെ ഏതെങ്കിലും ഒരു പാഠപുസ്തകത്തിൽ പഠിപ്പിക്കപ്പെടുന്നില്ല.
നമ്മുടെ ചുറ്റുമുള്ള കുറച്ച് ആളുകൾ അറിയുമെന്നതിനപ്പുറത്ത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ആളുകൾ നമ്മെ ആരെയും അറിയുന്നില്ല. പക്ഷേ അങ്ങനെ അറിയുന്ന കുറേ ആളുകളുണ്ടല്ലോ, ലോക നേതാക്കന്മാരായി, ശാസ്ത്രജ്ഞന്മാരായി, അതേപോലെ സമൂഹത്തിന് മുന്നോട്ടേക്ക് നയിക്കാനുള്ള ഒട്ടേറെ കർമ്മങ്ങൾ ചെയ്തവരായി ഒരുപാട് ആളുകൾ ചരിത്രത്തിലുണ്ട്. അവരുടെയൊക്കെ പേരുകൾ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അവരെ സമൂഹം നിരന്തരമായി ഓർമ്മിക്കുന്നുണ്ട്. അവരുടെ ജന്മദിനങ്ങളോ മരണദിനങ്ങളോ ഒക്കെ പലപ്പോഴും പ്രാധാന്യത്തോടുകൂടി ആചരിക്കപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ പലർക്കും ലഭിക്കാതെ പോയ ഒരു സൗഭാഗ്യം അഥവാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹത്തായ ആദർശം അത് ഉൾക്കൊള്ളുവാൻ സാധിച്ചു എന്ന സൗഭാഗ്യം, അതിനാണ് നേരത്തെ ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫി സൂചിപ്പിച്ചതുപോലെ സർവലോക രക്ഷിതാവായ റബ്ബിനോട് നാം ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത്. അത് നമ്മുടെ ആരുടെയെങ്കിലും കഴിവുകൊണ്ട് നമ്മൾ നേടിയെടുത്തതല്ല, നമ്മുടെ ആരുടെയെങ്കിലും ബുദ്ധി കൊണ്ട് നമ്മൾ നേടിയെടുത്തതല്ല. നോക്കൂ, ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം. നമ്മൾ ഈ പള്ളിയിലിരിക്കുമ്പോൾ പരസ്പരം നമ്മൾ കാണുന്നത് ഈ വെളിച്ചം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഇതിൻ്റെ ആദ്യകാലത്തുള്ള ബൾബ് അത് കണ്ടുപിടിച്ച ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ആ ബൾബ് കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് കാരണങ്ങൾ പറയാൻ കഴിയും. അതിലൊരു കാരണം അതുവരെ ആരും ബൾബ് കണ്ടുപിടിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ബൾബ് ഉണ്ടായിരുന്നില്ല. വൈദ്യുതിയിലൂടെ കത്തുന്ന ഒരു ബൾബ് എന്ന ഒരു സാധനം അവിടെ നിലവിലുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അത് കണ്ടുപിടിക്കാൻ ആഗ്രഹിച്ചത്. രണ്ടാമത്തേത്, അദ്ദേഹത്തിന് അറിയാമായിരുന്നു ആപ്പിൾ മരത്തിൽ ആപ്പിൾ ഉണ്ടാകുന്നത് പോലെ, മുന്തിരിവള്ളിയിൽ മുന്തിരി ഉണ്ടാകുന്നത് പോലെ, ഇനി അതല്ലെങ്കിൽ കടലിൽ മത്സ്യമുണ്ടാകുന്നത് പോലെ ഒരിക്കലും തന്നെ ഒരു ബൾബ് അങ്ങനെ ഉണ്ടായി വരില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം അതിനു വേണ്ടിയുള്ള ഗവേഷണം ആരംഭിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് ഗവേഷണം നടത്തി, പരീക്ഷണം നടത്തി, വൈകുന്നേരം ആവുമ്പോഴേക്ക് ബൾബ് കണ്ടുപിടിക്കുകയായിരുന്നില്ലല്ലോ. ഞാനിത് പറഞ്ഞത് ഇങ്ങനെ ഒരു ബൾബ് സ്വയം ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കുകയും അത് കണ്ടുപിടിക്കാൻ വേണ്ടി നിരന്തരമായി തോറ്റും ജയിച്ചും തോറ്റും പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്ത ഒരു ശാസ്ത്രജ്ഞന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഈ പ്രപഞ്ചം സ്വയം ഉണ്ടാവുകയില്ലെന്നും അതിൻ്റെ പിന്നിൽ ഒരു സ്രഷ്ടാവുണ്ട് എന്നും. അദ്ദേഹത്തിനത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരുപാട് ആളുകൾ. ഇനി അതൊക്കെ പോകട്ടെ, നമ്മളുടെ നാട്ടിലേക്ക് വരിക. ഇവിടെ പണ്ഡിതന്മാരെന്ന പേരിൽ എഴുന്നള്ളിക്കപ്പെടുന്ന കുറേ ആളുകളുണ്ടല്ലോ. ഖമറുൽ ഉലമ എന്നും ശംസുൽ ഉലമ എന്നും നൂറുൽ ഉലമ എന്നും സയ്യിദുൽ ഉലമ എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് സമൂഹം കൊണ്ടു നടക്കുന്ന ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ശിഷ്യന്മാരെ വാർത്തുവിടുന്ന ആളുകൾ, നിരവധി കിതാബുകൾ പള്ളി ദർസുകളിലിരുന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവർ. അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നതിൻ്റെ അർത്ഥത്തിൽ സർവലോക രക്ഷിതാവായ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു തേടാൻ പാടുള്ളൂ എന്ന് തിരിച്ചറിയാൻ ആ ആളുകൾക്ക് കഴിഞ്ഞില്ലല്ലോ. നമ്മൾ എത്ര കിതാബുകൾ ഓതിയ ആളുകൾ ഇവിടെയുണ്ട്. ആയിരക്കണക്കിന് ശിഷ്യന്മാർക്ക് കിതാബ് ഓതി കൊടുക്കുന്ന എത്ര ആളുകൾ ഇവിടെയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നമ്മളുടെ ആരുടെയും കഴിവിൽപ്പെട്ടതല്ല. ഇത് നമ്മളുടെ ആരുടെയെങ്കിലും കഴിവുകൊണ്ട് ഞാൻ ഈ ആദർശം സ്വീകരിച്ചത്, ഞാൻ ഈ വെളിച്ചത്തിലേക്ക് കടന്നു വന്നത്, ഈ സന്ദേശം ഉൾക്കൊള്ളുവാനും അതിൻ്റെ ഭാഗമാകുവാനും എനിക്ക് സാധിച്ചത് എൻ്റെ കഴിവ് കൊണ്ടാണ് എന്ന് നമ്മളാരും വിചാരിക്കേണ്ടതില്ല. അത് അള്ളാഹു നൽകിയ ഹിദായത്താണ്. അതിന് കാരണക്കാരായ ഒരുപാട് ആളുകളുണ്ട്. ഒരുപക്ഷെ ഒരു പ്രസിദ്ധീകരണം, ഒരു ലഘുലേഖ, ഒരു പ്രസംഗം, ഒരു നോട്ടീസ്, ഒരു കാസറ്റ്, ഒരു CD,
അല്ലെങ്കിൽ എവിടെയോ വെച്ച് കേട്ട ഒരു പ്രസംഗം, ഇതൊക്കെയാവാം നമ്മെ വെളിച്ചത്തിലേക്ക് നയിച്ചത്. സംഘടിത സമൂഹമായി പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലയിൽ മഹല്ലുകളോ സംഘടനാ സംവിധാനങ്ങളോ ഒക്കെ നിലനിൽക്കുകയും അതിൻ്റെ ഭാഗമായി ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായി നമുക്ക് നിർവഹിക്കാനുള്ളത് അതാണ്. നോക്കൂ, മുസ്ലിം സമൂഹത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് എന്നാണ്. ആരെക്കുറിച്ചാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്നത്? ഏതൊരു സമൂഹത്തെ മുൻനിർത്തിക്കൊണ്ടാണ് റബ്ബ് ഇത് പറയുന്നത്? ലോകത്ത് എന്തൊക്കെ ജീർണതകൾ ഉണ്ടായിരുന്നോ ആ ജീർണതകളുടെ മുഴുവൻ ആകത്തുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്ന സമൂഹം എന്ന് നമുക്കറിയാം. ലഹരി എവിടെ ഉണ്ടായിരുന്നു? സ്ത്രീകളോടുള്ള വൃത്തികെട്ട ലൈംഗിക ദുരാചാരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. സാമ്പത്തിക രംഗത്ത് മനുഷ്യനെ പിഴിയുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായി ജീവിച്ചിരുന്ന ഒരു വിഭാഗം ആളുകൾ, ഇതിൻ്റെയൊക്കെ ഭാഗമായി ജീവിച്ചിരുന്നവർ, അതിലൊക്കെ വലിയ പങ്കാളിത്തം വഹിച്ചിരുന്ന ആളുകൾ, അവരെ മുൻനിർത്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. നോക്കൂ, അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു സാക്ഷ്യപത്രം. അല്ലാഹു അവരെക്കുറിച്ച് നമ്മളോട് പറയുന്നത് റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്നാണ്. അല്ലാഹു അവരെക്കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹു അവരെക്കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവർ അല്ലാഹുവിനെ കുറിച്ചും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അല്ലാഹു തൃപ്തിപ്പെടുകയും അല്ലാഹുവിനെ കുറിച്ച് തൃപ്തിപ്പെടുകയും ചെയ്ത ഒരു സമൂഹമാണ് ഒരു സമൂഹമായാണ് നമ്മൾ മാറേണ്ടത് എന്നതാണ് അടിസ്ഥാനപരമായി നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. എങ്ങനെയാണ് ഈ മാറ്റമുണ്ടാകുന്നത്? എങ്ങനെയാണ് ഈ മാറ്റമുണ്ടാകുന്നത്? ആ മാറ്റത്തിൻ്റെ ഒന്നാമത്തെ കാരണം അള്ളാഹുവിൻ്റെ ദീൻ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. മഹല്ല് സംവിധാനങ്ങൾ നമ്മളുടെ നാട്ടിൽ വളരെ സജീവമായി നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും മഹല്ലുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്തം എന്ത് എന്ന് ചോദിച്ചാൽ ആ വിവാഹം നടത്തുവാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള ഒരു സംവിധാനം. രണ്ടാമത്തേത് വിവാഹമോചനം, അതിന് മധ്യസ്ഥത പറയാനും അതിൻ്റെ നഷ്ടപരിഹാരം വാങ്ങാനും കൊടുക്കാനും അതിൻ്റെ കമ്മീഷൻ കൈപ്പറ്റാനുമുള്ള ഒരു സംവിധാനം. ഇനി അതിനുമപ്പുറത്തേക്ക് പോയാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്ത് മറവ് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുമുള്ള ഒരു സംവിധാനം. എന്നതിനപ്പുറത്ത് അള്ളാഹുവിൻ്റെ ദീൻ പറയാനും പഠിപ്പിക്കുവാനും ജനങ്ങളുടെ മുമ്പിൽ അത് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സംവിധാനങ്ങൾ പലപ്പോഴും നമ്മളുടെ വ്യവസ്ഥാപിത മഹല്ലുകളിൽ ഏറെ കുറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വെള്ളിയാഴ്ച ആളുകൾ പള്ളിയിലേക്ക് വരുന്നു, അറബിയിൽ എന്തൊക്കെയോ വായിച്ചു കൊടുക്കുന്നു. അത് കേൾക്കുന്ന ആളുകൾക്ക് എന്താണ് ഇമാമ് പറയുന്നത് എന്നറിയില്ല. ഒരുപക്ഷെ ഇത് വായിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്ക് പോലും എന്താണ് ഈ വായിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രന്ഥത്തിലുള്ളത് എന്നറിയില്ല. അങ്ങനെയുള്ള സംവിധാനമാണ് മഹല്ല്, അതാണ് മഹല്ല് സംവിധാനം എന്ന് വിചാരിക്കുകയും അത് ഈ നാട്ടിൽ അങ്ങനെ നിലനിന്ന് പോവുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും മുസ്ലിം സമുദായത്തിൽ സംഭവിക്കുന്ന ദുഃഖകരമായ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മുസ്ലിം സമുദായത്തിൻ്റെ പ്രതിനിധികൾ ക്രിമിനൽ കുറ്റങ്ങളിൽ സജീവമാണ്. മഹല്ലുകളിൽ നിങ്ങൾ അന്വേഷിച്ചു നോക്കുക, പലപ്പോഴും ഇതുപോലെ കൃത്യമായ ഉത്ബോധനങ്ങളും അതേപോലെ പഠന ക്ലാസ്സുകളും ഒക്കെ നടക്കുന്ന മഹല്ലുകൾ മാറ്റി നിർത്തിയാൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുടുംബഛിദ്രത എത്രയോ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു മഹല്ലുകളിൽ. അത്തരം കാര്യങ്ങളിൽ ആളുകളെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുക, അള്ളാഹുവിൻ്റെ ദീൻ അവർക്ക് പറഞ്ഞു കൊടുക്കുക, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന ഒരു സംവിധാനം പലപ്പോഴും നമ്മളുടെ നാട്ടിൽ ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മെ സംബന്ധിച്ചിടത്തോളം
മുജാഹിദ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, അവർ നേതൃത്വം നൽകുന്ന മഹല്ലുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശ പ്രബോധനമാണ്. നമുക്ക് പറയാനുള്ളത് തൗഹീദാണ്. നമുക്ക് ക്ഷണിക്കാനുള്ളത് സുന്നത്തിലേക്കാണ്. നമുക്ക് ഈ സമൂഹത്തോട് മുന്നറിയിപ്പ് നൽകാനുള്ളത് ശിർക്കിനെ കുറിച്ചും ബിദ്അത്തിനെ കുറിച്ചുമാണ്. ശിർക്കിലേക്ക് കടന്നു പോകുന്ന ആളുകൾ നോക്കൂ, നമ്മൾ എത്രമാത്രം അപകടത്തിലേക്ക് ഈ സമൂഹം കടന്നു പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വലിയ വലിയ കിതാബോധിയ പണ്ഡിതന്മാർ, ആയിരക്കണക്കിന് ശിഷ്യന്മാരെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ, അവരുടെ ശിഷ്യന്മാർ, അവരാണ് ഈ സമുദായത്തിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ കോഴിക്കോട് ജില്ലയിലെ മടവൂരെന്ന് പറയുന്ന സ്ഥലത്ത് ജനിക്കുകയും ജീവിക്കുകയും മരിച്ചു പോവുകയും ചെയ്ത ഒരു മനുഷ്യൻ, അയാളാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അയാളാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അയാളാണ് പടച്ചോൻ എന്ന് പാട്ടുപാടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഈ സമൂഹത്തോട് അത് തെറ്റാണ് എന്ന് പറയാനുള്ളത്? നമ്മളല്ലാതെ. നമ്മളുടെ മഹല്ലുകളിൽ അത്തരം കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവരുണ്ട്, അത്തരം ജാറങ്ങളിലേക്ക് പോകുന്നവരുണ്ട്, അത്തരം നേർച്ചകളിൽ പങ്കാളികളാകുന്നവരുണ്ട്. ഈ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന ആളുകളുണ്ട്. അവരോട് ഇത് ശരിയല്ല എന്ന് പറയേണ്ട ബാധ്യത നമുക്കല്ലാതെ വേറെ ആർക്കാണുള്ളത്? നമുക്കല്ലാതെ മറ്റാർക്കാണ് അത് ഈ സമൂഹത്തിന്റെ മുന്നിൽ പറയാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെ ഒന്നാമതായി ആദർശ പ്രബോധനമാണ് നമ്മളുടെ വിഷയമായി മഹല്ലുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി നാം തിരഞ്ഞെടുക്കേണ്ടത്. വിദ്യാർത്ഥികൾ കുന്നുകൂടിക്കൊണ്ടിരിക്കുന്നു നമ്മളുടെ സമൂഹത്തിൽ. പുതിയ പുതിയ ആചാരങ്ങൾ. ഏതെങ്കിലും ഒരു മഹല്ലിൽ ഒരു പുതിയ മുസ്ലിയാർ വന്നാൽ അയാളുടെ വകയായി പുതിയ ആചാരങ്ങളാണ്, പുതിയ അനുഷ്ഠാനങ്ങളാണ്, പുതിയ സമ്പ്രദായങ്ങളാണ്. കാരണം പിടിച്ചു നിൽക്കണമെങ്കിൽ, സമൂഹത്തിൽ വലിയ ആളായി എല്ലാവരും ആദരിക്കുന്ന ഒരാളായി നിലനിൽക്കണമെങ്കിൽ അയാളുടെ വകയിൽ ഒരു സ്വലാത്ത് വേണം, അയാളുടെ വകയിൽ ഒരു ദിക്ർ വേണം, അയാളുടെ വകയിൽ എന്തെങ്കിലുമൊക്കെ ഏർപ്പാട് വേണം. നമ്മൾ കാണുന്നതാണല്ലോ, അറ്റക്കോയ എന്ന പേരിൽ ഈ സമൂഹത്തെ മുഴുവൻ നാറ്റിക്കുന്ന ഒരു കോയ രംഗത്ത് വന്നു. അയാളുടെ വീട്ടിന്റെ മുന്നിൽ ഒരു കൊടിമരം കുഴിച്ചിടുന്നു. ആളുകൾ ആ കൊടിമരത്തിന് ചുറ്റും പണമെറിയുന്നു. ആരാണ് അതിനെ എതിർക്കാനുള്ളത്? ആർക്കെതിർക്കാൻ കഴിയും? ഇവിടെ നിലനിൽക്കുന്ന പൗരോഹിത്യം പറഞ്ഞു നോക്കി അത് പാടില്ല എന്ന്. അദ്ദേഹം ചോദിക്കുന്നത്, അങ്ങനെ എല്ലാ ഖബറിന്റെ അരികിലേക്കും ആളുകൾ പണമെറിയുന്നുണ്ടല്ലോ, പല കിണറുകളിലേക്കും ആളുകൾ പണമെറിയുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് എൻ്റെ മുമ്പിലുള്ള കൊടിമരത്തിന് മുന്നിൽ മാത്രം പണമെറിയുന്നതിനെ നിങ്ങൾ എതിർക്കുന്നു? ആ ചോദ്യത്തിന് പൗരോഹിത്യത്തിന് മറുപടി ഉണ്ടാകുന്നില്ല. CM മടവൂര് പടച്ചോനാണ് എന്ന് പറയുന്നതിനെ എതിർക്കാൻ ചില പുരോഹിതന്മാർ ശ്രമിച്ചു നോക്കി, ചില മുസ്ലിയാക്കന്മാർ ശ്രമിച്ചു നോക്കി. തിരിച്ചു ചോദിച്ചു, CM മടവൂരിനെ കുറിച്ച് ഇന്ന് ഞങ്ങൾ പറയുന്നതൊക്കെ മുഹീദ്ദീൻ ഷേഖിനെ കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്നതല്ലേ? CM മടവൂര് പടച്ചോനാണ്. CM മടവൂരിന് ആണിനെ പെണ്ണാക്കാൻ കഴിയും, പെണ്ണിനെ ആണാക്കാൻ കഴിയും. CM മടവൂരിന് കുട്ടിയെ കൊടുക്കാൻ കഴിയും. CM മടവൂരിന് ആളെ കൊല്ലാൻ കഴിയും. CM മടവൂരിന് ചായക്കട കത്തിച്ച് കളയാൻ കഴിയും. CM മടവൂരിന് ഒരു ആനയെ തൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യിക്കാൻ കഴിയും എന്നൊക്കെയുള്ള കഥകൾ ഇങ്ങനെ പറഞ്ഞ് ഏതുവരെ എന്ന് ചോദിച്ചാൽ, ആകാശത്തുകൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റുകൾ അത് നിയന്ത്രിക്കുന്നത് CM മടവൂരാണ്. മൂപ്പരുടെ നോട്ടം നിർത്തിയാൽ ഈ ഫ്ലൈറ്റുകളൊക്കെ ആകപ്പാടെ തകർന്നു വീണു പോകും എന്ന് വരെ ചില ആളുകൾ പറഞ്ഞു. അപ്പൊ ഒരു മുസ്ലിയാർ പറഞ്ഞു, അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താ? അങ്ങനെ പറയുന്നത് ദീനിനെതിരാണ് എന്നതുകൊണ്ടാണോ? അല്ല, അദ്ദേഹം പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ വഹാബികളെ ഞങ്ങളെ പരിഹസിക്കും എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ വഹാബികൾ നമ്മെ പരിഹസിക്കും. അപ്പൊ അവര് ചോദിക്കും, CM മടവൂരിന്റെ മുമ്പും ഫ്ലൈറ്റ് ഉണ്ടായിരുന്നില്ലേ? CM മടവൂരിന്റെ മുമ്പും ഫ്ലൈറ്റ് ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അന്ന് ആരാ നിയന്ത്രിച്ചത് എന്ന് ചോദിക്കും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല എന്നാണ്. മുസ്ലിയാക്കന്മാര് തിരിച്ചു ചോദിക്കാൻ തുടങ്ങി, ഇത് വാദിക്കുന്ന ആളുകൾ. അങ്ങനെയാണെങ്കിൽ മുഹീദ്ദീൻ ഷേഖിനെ പറ്റി നമ്മൾ എന്താ പറഞ്ഞത്? ഭൂമി ഒരുണ്ട പോരൻ കയ്യിൽ എന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചുവടെന്നോവർ,
ഭൂമി ഒരു ഉണ്ട പോലെ. NP അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാരുടെ പ്രസംഗം, അതിനു മുമ്പ് സെയ്ദ് മൗലവിയുടെയൊക്കെ പ്രസംഗങ്ങൾ കേട്ട പ്രായമുള്ള ആളുകൾക്ക് ഓർമ്മയുണ്ടാകും. ഈ വരികൾ പാടി NPയും അതേപോലെ സെയ്ദ് മൗലവിയൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു, ഏത് ഭൂമിയിലേക്കാ മൊഹീദ്ദീൻ ശൈഖ് ജനിച്ചു വീണത്? കാരണം ഭൂമി ഒരുണ്ട പോലെ എൻ കയ്യിൽ എന്നോ പറഞ്ഞാണ്. മൊഹീദ്ദീൻ ശൈഖിന്റെ കയ്യിലാണ് എന്തുള്ളത്? ഭൂമിയുള്ളത്. ആ ഭൂമിയിലേക്ക് മൊഹീദ്ദീൻ ശൈഖിന് ജനിക്കാൻ കഴിയോ? ഇല്ലല്ലോ. സ്വന്തം കയ്യിലുള്ള ഭൂമിയിലേക്ക് എങ്ങനെ ഒരാൾക്ക് ജനിക്കാൻ കഴിയും? അപ്പൊ മുസ്ലിയാക്കന്മാർ അന്ന് പറഞ്ഞു, അത് മൊഹീദ്ദീൻ ശൈഖിനെ കുത്തുബായി അള്ളാഹ് തെരഞ്ഞെടുക്കുന്നത് വരെ വേറെ ഒരു കുത്തുബിന്റെ കയ്യിലായിരുന്നു ഈ ഭൂമി. നമ്മൾ സാധാരണ ഈ സ്കൂളുകളിലെ സ്പോർട്സ് മത്സരങ്ങൾക്ക്, അതേപോലെ ഒളിമ്പിക്സ് മത്സരങ്ങൾക്കൊക്കെ 4x100, 4x400 എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഓട്ട മത്സരമുണ്ട്, ബാറ്റൺ കൈമാറുന്ന റിലേ മത്സരമുണ്ട്. ഒരാൾ ഓടി 100 മീറ്റർ ഓടിയിട്ട് വടി വേറൊരാളെ കൈ കൊടുക്കും, അയാൾ അടുത്ത 100 മീറ്റർ ഓടും, പിന്നെ വടി വേറൊരാളെ കൈ കൊടുക്കും, അങ്ങനെ 4 ആൾ ഓടിയിട്ടാണ് ജയിക്കുന്നത്. ഇതുപോലെ കുറെ കാലം ഒരു കുത്തുബിന്റെ കയ്യിലാണ് ഈ ഭൂമി. അയാൾ മരിക്കാൻ നോക്കുമ്പോൾ അയാൾ ഈ ഭൂമി വേറൊരാൾക്ക് കൊടുക്കും, പിന്നെ അയാളാണിത് കൈകാര്യം ചെയ്യുന്നതൊക്കെ. അയാൾ മരിക്കാൻ നോക്കുമ്പോൾ വേറെ ആൾക്ക് കൊടുക്കും. അങ്ങനെ മൊഹീദ്ദീൻ ശൈഖിന്റെ കയ്യിലെത്തി ഈ ഭൂമി എന്നാണ്. അപ്പൊ ഇവര് പറയുന്നു, അതെ, അന്ന് മൊഹീദ്ദീൻ ശൈഖിന്റെ കയ്യിലെത്തിയതുപോലെ ഇപ്പോ CM മടവൂരാണ് ഇതൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, CM മടവൂരാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതുവരെ എന്ന് ചോദിച്ചാൽ, ഈ പണ്ഡിതന്മാർക്ക് CM മടവൂരിനെ കുറിച്ച് ഇന്ന് ഈ ആളുകൾ പറയുന്നതിനെ എതിർക്കാൻ ഒരവകാശവുമില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഫറൂഖിൽ വെച്ച് ചേർന്ന സമസ്തയുടെ സമ്മേളനം, ആ സമസ്തയുടെ സമ്മേളനത്തിൽ ഇവര് പാസാക്കിയ ഒരു പ്രമേയമുണ്ട്. ആ പ്രമേയം എങ്ങനെയാണ്? പ്രമേയത്തിൽ ഇവര് പറയുന്നത്, കേരളത്തിലെ മുസ്ലിങ്ങളിൽ അനേക കൊല്ലമായിട്ട് നിരാക്ഷേപമായി നടന്നു വന്നതും ഇപ്പോഴും നടത്തി വരുന്നതുമായ താഴെ വിവരിക്കുന്ന കാര്യങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കളിൽ മതാനുസരണങ്ങളാണെന്ന് സ്ഥിരപ്പെടുത്തപ്പെട്ടവയാണെന്നും ഇവ മതവിരുദ്ധങ്ങളാണെന്നോ അവ ശിർക്കാണെന്നോ പറയുന്നവർ സുന്നികളല്ലെന്നും അവർ ഇമാമത്തിനും ഖതീബ് സ്ഥാനത്തിനും ഖാദി സ്ഥാനത്തിനും കൊള്ളരുതാത്തവരാണെന്നും ഈ യോഗം തീരുമാനിക്കുന്നു. താഴെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങളെ എതിർക്കുന്നവര്, അത് ചെയ്യാത്തവര് ഖാദിയാകാനും പറ്റൂല, ഖതീബാകാനും പറ്റൂല, ഇമാമാകാനും പറ്റൂല. വേണമെങ്കിൽ പള്ളിയിലെ മൂത്രപ്പരിയൊക്കെ കഴിയുന്ന ഒരാളായിട്ട് നിയമിക്കാന്നല്ലാതെ അതിനപ്പുറത്തൊന്നിനും കൊള്ളൂല എന്നാണ്. എന്തൊക്കെയാ സംഗതികൾ? ഒന്ന്, മരിച്ചുപോയ അംബിയ, ഔലിയ, സാലിഹീൻ ഇവരുടെ ദാത്ത് കൊണ്ടും ജാഹ്, ഹക്ക്, ബർക്കത്ത് ഇത്യാദി കൊണ്ടും തവസ്സുൽ ഇടതേട്ടം ചെയ്യുന്നതും അവരെ നേരിട്ട് വിളിക്കലും വിളിച്ച് സഹായത്തിന് അപേക്ഷിക്കലും അവരുടെ ആസാറുകളെ കൊണ്ട് ബർക്കത്ത് മതിക്കലും. അവരെ നേരിട്ട് വിളിക്കുക, ഈ മഹാന്മാരെ നേരിട്ട് വിളിക്കുക. അങ്ങനെ ഒരാൾ വിളിക്കൂല എന്ന് പറഞ്ഞാൽ, അതായത് CM മടവൂരെ കാക്കണേ എന്ന് പറയില്ല, CM മടവൂരെ രക്ഷിക്കണേ എന്ന് പറയില്ല എന്നൊരാൾ പറഞ്ഞാൽ അയാളെ സമസ്തയുടെ പള്ളിയിലെ ഖാദിയാക്കാൻ പറ്റില്ല, ഖതീബാക്കാൻ പറ്റില്ല, ഇമാമാക്കാൻ പറ്റില്ല എന്നാണ് സമസ്തയുടെ തീരുമാനം. എന്നിട്ട് പറഞ്ഞു വന്നിട്ട് പിന്നെ പറയുന്നത് എന്താ? പിന്നെ പറയുന്നത് മങ്കോസ് മുതലായ മൗലിദികൾ, ബദരിയത്ത് ബൈത്ത്, ബദ്രമാല, മൊഹീദ്ദീ മാല മുതലായ നേർച്ചപ്പാട്ടുകൾ ചൊല്ലിക്കുകയും ചൊല്ലിക്കലും ചെയ്യുക. ഖാദിരിയ, ഷാദിലിയ, റിഫായിയ മുതലായ ശരിയായ ത്വരീഖത്തുകളിലെ ശരിയായ ശൈഖന്മാരുടെ കൈത്തുടർച്ചയും ഒറ്റക്കും യോഗം ചേർന്നും നടപ്പുള്ള റാത്തീബ്, ത്വരീഖത്തിലെ ദിക്റുകൾ ചൊല്ലൽ, ദലായിലുൽ ഖൈറാത്ത്, ഹിസ്ബുൻ നബവി, അസ്മാഉൻ നബി, അസ്മാഉൽ ബദരീൻ, ഹിസ്ബുൽ ബഹർ മുതലായ വിർദുകളെ ചട്ടമാക്കലും ഇതൊക്കെ വേണമെന്നാണ്. ആ ചട്ടങ്ങളിലും ഈ ചിട്ടങ്ങളിലൊക്കെ പറഞ്ഞത് എന്താ? മൊഹീദ്ദീൻ ശൈഖിനെ പറ്റി ആ വിർദുകളിൽ ഇവര് വളരെ ബഹുമാനത്തോടുകൂടി ചൊല്ലാമെന്ന് പറഞ്ഞ ദിക്റുകളിൽ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാ? വഅലമു ഇൽമല്ലാഹി വഹസി ഹുറൂഫഹു, വഅലമു ഇൽമല്ലാഹി വഹസി ഹുറൂഫഹു, വഅലമു മൗജൽ ബഹരി കം ഹുവ മൗജതി. അല്ലാഹുവിന് എത്ര ഇൽമുണ്ട് എന്ന് എനിക്കറിയാം, അള്ളാഹുവിന് എത്ര അറിവുണ്ട് എന്നെനിക്കറിയാം. അള്ളാഹിന്റെ ഇൽമ എത്രയാണ്? എങ്ങനെ? ആ അക്ഷരങ്ങളെ എനിക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുന്നതാണ്. ആർക്ക്? മുഹീദ്ദീൻ ശൈഖിന്.
അള്ളാന്റെ ഇൽമിനെ മുഹീദ്ദീൻ ഷെയ്ഖിന് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് CM മടവൂര് ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്നു വിശ്വസിക്കാൻ എന്ത് പ്രയാസമുള്ളത്? എങ്ങനെയാണ് ഈ ആളുകൾക്ക് അത് എതിർക്കാൻ കഴിയുക? എങ്ങനെ എതിർക്കാൻ കഴിയും? ഭൂമിയിൽ എത്ര ചെടികളുണ്ട് എന്ന് എനിക്കറിയാം. ഈ ഭൂമിയിൽ എത്ര മണൽത്തരികൾ ഉണ്ട് എന്ന് എനിക്കറിയാം. ഇതൊക്കെ മുഹീദ്ദീൻ ഷെയ്ഖിന് അറിയാമെന്നാണ്. മുഹീദ്ദീൻ ഷെയ്ഖിന് അറിയാമെങ്കിൽ എന്തുകൊണ്ട് CM മടവൂരിന് അറിഞ്ഞുകൂടാ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. CM മടവൂര് മരിച്ചവരെ ജീവിപ്പിച്ചു, വേറെ ചില തങ്ങന്മാര് മരിച്ചവരെ ജീവിപ്പിച്ചു, തങ്ങന്മാരെ നിഷേധിച്ചു. പാണക്കാട് തങ്ങന്മാരെ പറ്റി അങ്ങനെ ചില ആളുകൾ പറഞ്ഞു. എന്താ സംഭവം പറഞ്ഞത്? ഒരാള് മരിച്ചു, പാണക്കാട് തങ്ങന്മാരോട് വളരെ ഇഷ്ടമുള്ള ഒരാൾ മരിച്ചു, ജബ്ബാർ എന്നാണ് പേര്. അങ്ങനെ അദ്ദേഹം മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് വലിയ സങ്കടം. അങ്ങനെ നേരെ പാണക്കാട്ടേക്ക് കൊണ്ടുവന്നു ആംബുലൻസ്. കൊടപ്പനക്കൽ തറവാട്ടിന്റെ മുമ്പിൽ ഈ ആംബുലൻസ് കൊണ്ടുപോയി നിർത്തി. ആംബുലൻസിന്റെ ബാക്കിലെ ഡോറ് തുറന്നിട്ട് തങ്ങള് ഈ ജബ്ബാറിന്റെ കാല് തട്ടിയിട്ട് പറഞ്ഞത്രേ, എടാ എണീറ്റ് പോടാൻ. മൂപ്പര് മൂക്കിലെ പഞ്ഞിയൊക്കെ എടുത്ത് മാറ്റി കഫം തുണി എടുത്ത് ഉടുത്ത് ആംബുലൻസ് നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് കഥ. തങ്ങന്മാര് പറഞ്ഞു, ഞങ്ങളെ തറവാട്ടിൽ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. ഇങ്ങനെ കഥകൾ പറഞ്ഞുണ്ടാക്കാൻ നമ്മളുടെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ജമാഅത്തായി നമസ്കരിക്കുന്നത്. പറഞ്ഞു വന്നത്, മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് വിശ്വസിക്കണമെന്ന് ഈ സമൂഹത്തോട് അക്കാലത്ത് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് CM മടവൂരിനെ പറ്റി ആളുകൾ പറയുന്നത്. അതുകൊണ്ടാണ് CM മടവൂരിനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല എന്ന് ചില ആളുകൾ പറയുമ്പോഴും അതിന് ഉത്തരം പറയാൻ സാധിക്കാതെ എതിർക്കുന്ന പണ്ഡിതന്മാർ തിരിച്ചു പോകേണ്ടി വരുന്നത്. നമുക്ക് CM മടവൂര് മരിച്ചയാളെ ജീവിപ്പിച്ചു, അപ്പൊ അങ്ങനെ പറയാൻ പാടില്ല. മരിച്ചയാളെ ജീവിപ്പിച്ചു എന്ന് പറയാൻ പാടില്ല. എന്നാൽ മുഹീദ്ദീൻ ഷെയ്ഖ് മരിച്ചതിനെ ജീവിപ്പിച്ചു എന്ന് പറയുന്നു. ചത്ത ജഗത്തിനെ ജീവനിടിച്ചോവർ, ചാകും കിലശത്തെ നന്നാക്കി വിട്ടോവർ, ഇതൊക്കെ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ കറാമത്താണ്. എല്ലാ മൗലവിമാരും പറഞ്ഞു നടന്ന കഥയല്ലേ. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ അരികിലേക്ക് ഒരു സ്ത്രീ തൻ്റെ മകനെ പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. കുറെ ദിവസം കഴിഞ്ഞപ്പോ എങ്ങനെയുണ്ട് മകൻ എന്നറിയാൻ ഈ സ്ത്രീ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ വീട്ടിലേക്ക് വരികയാണ്. ഇപ്പൊ ഭക്ഷണം കഴിക്കുകയാണ് ഉസ്താദും ശിഷ്യനും. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ മുമ്പിൽ നല്ല കോഴിയൊക്കെ ഇങ്ങനെ പൊരിച്ചു വെച്ചിരിക്കുകയാണ്. അതാണ് അദ്ദേഹം തിന്നുകൊണ്ടിരിക്കുന്നത്. മകന്റെ മുമ്പിലാകട്ടെ ഉണക്ക റൊട്ടിയും വെള്ളവുമാണുള്ളത്. ഇത് കണ്ടപ്പോൾ സ്ത്രീക്ക് ഭയങ്കര സങ്കടമായി. കാരണം തൻ്റെ മകൻ ഉണക്ക റൊട്ടി കഴിക്കുന്നു, അവന്റെ ഉസ്താദ്, താൻ വിശ്വസിച്ചേൽപ്പിച്ച ഉസ്താദാകട്ടെ കോഴിയാണ് കഴിക്കുന്നത്. ഇത് മൊയ്തീൻ ഷെയ്ഖിന് മനസ്സിലായി. ഈ സ്ത്രീയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിട്ടുണ്ട്. ഉടൻ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, അതുവരെ തിന്നിട്ട് ഒഴിവാക്കി വെച്ചിരുന്ന വേസ്റ്റ് എല്ലുണ്ടായിരുന്നല്ലോ, കോഴിയുടെ എല്ല്, ആ എല്ലുകളോട് പറഞ്ഞു ഒരു കോഴിയായി പറന്നു പോവുക. ഇത് കേൾക്കേണ്ട താമസം ആ ചിക്കൻ്റെ എല്ലാ വേസ്റ്റും കൂടി കൂടി ഒരു ചിക്കനായി പറന്നുപോയി എന്നാണ്. അപ്പൊ സ്ത്രീക്ക് മനസ്സിലായി, ഇങ്ങനെ തൻ്റെ മകനും കുറെ കാലം കഴിയുമ്പോൾ എല്ല് ചിക്കനാക്കാൻ വേണ്ടിയുള്ള പരിശീലനത്തിലാണ് മകനുള്ളത്, ജീവിപ്പിച്ചു എന്നാണ്. ആൺകുട്ടിയെ പെൺകുട്ടിയാക്കാനും പെൺകുട്ടിയെ ആൺകുട്ടിയാക്കാനും അല്ലേ? നോക്കൂ എവിടെ എത്തി നമ്മളുടെ സമുദായം. ഒരു മുസ്ലിയാര് പറയാൻ, എൻ്റെ ഭാര്യ ഗർഭിണിയായി, 5ാമത്തെ ഗർഭം, 4 പെൺകുട്ടികളാണ് എനിക്ക്. ഞാൻ എൻ്റെ അടുത്ത ഉസ്താദിനോട് ഞാൻ പോയി പറഞ്ഞു, എൻ്റെ കുട്ടികൾ ഇങ്ങനെ 4 പെണ്ണാണ്, 5ാമത് ഭാര്യ ഗർഭിണിയാണ്, ഇതെങ്കിലും ഒന്ന് ആണാക്കി തരണം. ഉടൻ തന്നെ ആ ഉസ്താദ് ഇങ്ങനെ ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കിയത്രേ, എന്താണ് ഈ കുട്ടിയെ എഴുതി വെച്ചിരിക്കുന്നത്? മൂപ്പരിങ്ങനെ മേലെ നോക്കിയപ്പോ ഈ കുട്ടിയും പെണ്ണായിട്ടാണ് രേഖപ്പെടുത്തിയത്. ഇയാൾ പറഞ്ഞു, ഇല്ല നടക്കൂല, അത് കഴിഞ്ഞുപോയി, സമയം കഴിഞ്ഞുപോയി, പെണ്ണായിട്ട് രേഖപ്പെടുത്തി, ഇനി നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. ഇയാളുടെ വിഷമം മാറിയില്ല. ഇയാൾ നേരെ വീണ്ടും പോവുകയാണ് ആരടുത്തേക്ക്? CM മടവൂരിൻ്റെ അടുത്ത്. എന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഇന്ന ഉസ്താദിന്റെ അടുത്ത് പോയിരുന്നു, മൂപ്പര് ഇതും പെണ്ണാണെന്ന് തന്നെയാണ് പറഞ്ഞത്. അത് പെണ്ണാണെന്ന് പറഞ്ഞോ, എന്നാൽ അതാണാവട്ടെ
എന്ന് CM മടവൂർ ഒരൊറ്റ ഓർഡറാണ്. പഠിച്ചോൻ പെണ്ണാക്കാൻ തീരുമാനിച്ചതിനെ ആ ഓർഡറോടുകൂടി ആണായി മാറി. പ്രിയപ്പെട്ടവരെ, ഇത് വിശ്വസിക്കുന്ന ആളുകൾ നമ്മളുടെ ചുറ്റുമുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ ആളുകൾ മമ്പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ ആളുകൾ മടവൂരിലേക്ക് പോകുന്നത്. നിങ്ങൾ നോക്കൂ, ഇപ്പോഴും ഒന്നാം മടവൂര് ആ മമ്പുറം ആ പാലത്തിന്റെ മുകളിൽ നിങ്ങളൊന്ന് പോയി നിന്നു നോക്കൂ. എത്ര ആളുകളാണ് അവിടേക്ക് വരുന്നത്? എന്തുകൊണ്ടാണ് ഈ ആളുകൾ വരുന്നത്? അവർക്കറിയില്ല ഞങ്ങളുടെ നമസ്കാരവും ഞങ്ങളുടെ നോമ്പും ഞങ്ങളുടെ സക്കാത്തും ഞങ്ങളുടെ സ്വതക്കയും ഞങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മുഴുവൻ നശിപ്പിച്ച് കളയുന്ന ഒരു കർമ്മത്തിലേക്കാണ് ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അറിയാതെയാണ് ആ പാവപ്പെട്ട മനുഷ്യർ അവിടേക്ക് പോകുന്നത്. ഇത് തെറ്റാണ് എന്ന് അവരോട് പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. ഈ തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുക എന്ന ബാധ്യതയുണ്ട്. രണ്ടാമത്തേത്, ഈ തൗഹീദിന് എതിരായി പ്രവർത്തിക്കുന്ന ശക്തികൾ നമ്മളുടെ മഹല്ലുകളിലേക്ക് കടന്നു വരുന്നത് വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. അത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ, സലഫിയത്തിന്റെ, സലഫി മെൻഹജിന്റെ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് ഇത്തരം ആളുകൾ കടന്നു വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശദീകരിക്കേണ്ടതില്ലല്ലോ. നമ്മൾ മുമ്പ് പരപ്പനങ്ങാടിയിൽ വളരെ വിശദമായി അത് പറഞ്ഞതാണ്. ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ, എന്തിനാണ് KNM നിന്ന് നിങ്ങൾ വേറിട്ട് പോന്നത്? മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന്, കേരള നേതൃത്വത്തിൽ മുജാഹിദീനിൽ നിന്ന് എന്തിന് നിങ്ങൾ വേറിട്ടു പോന്നു എന്ന ചോദ്യത്തിന് വിസ്ഡം വിഭാഗത്തിന്റെ ഉത്തരവാദപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ് പറഞ്ഞത് എന്താ? ഞങ്ങൾ തമ്മിലുള്ള തർക്കം ജിന്നിനോടുള്ള സഹായാർത്ഥനയുമായി ബന്ധപ്പെട്ടാണ്. ജിന്നിനോടുള്ള സഹായാർത്ഥനയുമായി ബന്ധപ്പെട്ടാണ്. ജിന്നിനോടുള്ള എല്ലാ സഹായാർത്ഥനകളും ശിർക്കാണ് എന്ന് KNM പറയുന്നു. എന്നാൽ അതിൽ ശിർക്കാവാത്തതുമുണ്ട് എന്ന് ഞങ്ങളും പറയുന്നു. തുറന്ന് പറഞ്ഞല്ലോ ഈ ആളുകൾ. ഇക്കാലം വരെ എന്താ ആളുകളോട് പറയൽ? ആർക്കാ ഇതിൽ തർക്കമുള്ളത്? ജിന്നിനോടുള്ള സഹായാർത്ഥന ശിർക്കാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കാ സംശയമുള്ളത്? ഇപ്പോഴും സോഷ്യൽ മീഡിയകൾ പരിശോധിച്ചാൽ ചില ആളുകൾ അതിങ്ങനെ ന്യായീകരിച്ച് ദുർവ്യാഖ്യാനിച്ച് അത് എങ്ങനെയെങ്കിലും ഒന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം തന്നെയാണിത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിലാണ്. നോക്കൂ നിങ്ങൾ, ഒരു അമുസ്ലിം പത്രപ്രവർത്തകൻ, ഒരു അമുസ്ലിം മാധ്യമ പ്രവർത്തകൻ, അയാൾക്ക് പോലും മനസ്സിലായി ഈ ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്. അഭിമുഖത്തിന് തയ്യാറായ ആള് പറഞ്ഞത് ഞാൻ അതൊന്നും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷെ മറ്റേ ആൾ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് എന്നാണ്. അപ്പൊ ഇവരുടെ മനസ്സിൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ട് എന്നും ഒരു നൂറ്റാണ്ടുകാലമായി കേരളത്തിൽ സംഘടിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ നിന്ന് ഈ ആളുകൾ വേറിട്ടു പോകാനുള്ള കാരണം അതാണ് എന്നും കൃത്യമായി ആളുകൾ തിരിച്ചറിഞ്ഞു, അത് പറഞ്ഞു. പക്ഷെ കൂട്ടത്തിൽ ഒരു കളവ് കൂടി വെച്ച് കെട്ടി. എന്താണ്? മുജാഹിദുകൾ KNM-മാരെ വിശ്വാസം ജിന്ന് പ്രാപഞ്ചിക വ്യവസ്ഥക്ക് അപ്പുറത്താണ് എന്നാണ്. ജിന്ന് പ്രാപഞ്ചിക വ്യവസ്ഥക്ക് അപ്പുറത്താണ് എന്നാരാ പറഞ്ഞത്? KNM അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ജമിയത്തുൽ ഉലമ പറഞ്ഞിട്ടുണ്ടോ? ജമിയത്തുൽ ഉലമയുടെ ഒന്നാമത്തെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിൽ പറഞ്ഞതെന്താ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്ന്, മനുഷ്യനുമായി ബന്ധപ്പെട്ട ചർച്ച. ജിന്ന് പ്രാപഞ്ചിക വ്യവസ്ഥക്ക് അപ്പുറോ ഇപ്പുറോ എന്നൊന്നും അല്ല ചർച്ച. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്ന്, ആ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകൾ അത് ശിർക്കാണ്. അതിൽ ശിർക്കാവാത്തതില്ല, എല്ലാം ശിർക്കാണ് എന്ന് ജമിയത്തുൽ ഉലമ പറഞ്ഞു. എന്നാൽ ഈ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവർ നമ്മളുടെ പള്ളികൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു, പള്ളികളിൽ ആധിപത്യം നേടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. വളരെ വൃത്തികെട്ട തരത്തിൽ കുതന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. എന്താ, ഇപ്പോ ഒരു മുജാഹിദ് പള്ളി, അവിടെ കുറെ പാവപ്പെട്ട മനുഷ്യർ, കുറച്ച് തൊഴിലാളികൾ, അവരെല്ലാരും കൂടിയാണ് പള്ളി നടത്തുന്നത്. കരണ്ടിന്റെ ബില്ലടക്കണം, പള്ളി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണം, അതിന്റെ മെയിൻ്റനൻസ് നടത്തണം, അവിടെയുള്ള ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം. വലിയ സാമ്പത്തിക ബാധ്യത, പ്രയാസത്തിലാണ്. അപ്പോഴേ ഈ ആളുകൾ വന്നിട്ട് പറയാ, എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഖത്തീബിനെ നമ്മൾ തരാം,
പൈസയൊന്നും നിങ്ങൾ കൊടുക്കണ്ട, പള്ളിയൊക്കെ നമ്മൾ നന്നാക്കി തരാം, പള്ളിയൊക്കെ ഞങ്ങൾ ശരിയാക്കി തരാം. ഇത് കേൾക്കുമ്പോൾ പാവപ്പെട്ട ചില ആളുകൾ വിചാരിക്കും, എന്നാ പിന്നെ അത് നടക്കട്ടെ, നമ്മളെ തോളിൽ നിന്ന് ഈ ബാധ്യത തീരുകയാണെങ്കിൽ അത് നടക്കട്ടെ. വളരെ സങ്കടത്തോടു കൂടി ഞാൻ പറയട്ടെ, ഒരിക്കൽ ഒരു സ്ഥാപനത്തിലേക്ക് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ഇന്റർവ്യൂ, ആ അഭിമുഖത്തിൽ ഒരു കുട്ടിയുമായി സംസാരിക്കുമ്പോൾ അവൻ ചോദിച്ചു, മുസ്ലിം ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കാണ് എന്നതിന് എന്താ നിങ്ങൾക്കുള്ള തെളിവ്? നമ്മളോട് ചോദിക്കാൻ, മുസ്ലിം ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കാണ് എന്നതിന് എന്താ തെളിവ്? ഞാൻ അന്വേഷിച്ചു നോക്കുമ്പോൾ ആ പയ്യൻ നമ്മളുടെ ഒരു പള്ളിയിലെ ഖത്തീബാണ്. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ഉത്തരവാദപ്പെട്ട ഒരു കമ്മിറ്റി നിയന്ത്രിക്കുന്ന പള്ളിയിലെ ഖത്തീബാണ്. ആ ഖത്തീബാണ് മുസ്ലിം ജിന്നിനോടുള്ള സഹായാർത്ഥന ശിർക്കല്ല എന്ന് വിശ്വസിക്കുന്നത്. ഇങ്ങനെ പള്ളികൾ, നമ്മളുടെ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാൻ, അത് നിയമക്കുരുക്കിൽ അകപ്പെടുത്താൻ ഒക്കെയുള്ള ശ്രമങ്ങൾ വളരെ ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുന്നു. ജാഗ്രത കാണിക്കേണ്ടതുണ്ട് മഹല്ലുമായി ബന്ധപ്പെട്ടവർ. അങ്ങനെ ആർക്കും കടന്നു കയറാനല്ല നമ്മളുടെ പള്ളികൾ ഉണ്ടാക്കിയിരിക്കുന്നത്, അതിനുവേണ്ടിയല്ല സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ വരുന്ന ആളുകളുടെ മുമ്പിൽ ഇത്തരം വാഗ്ദാനങ്ങളുമായി വരുന്ന ആളുകളുടെ മുമ്പിൽ പറയാനുള്ള ഒരു വാക്ക് നമ്മളുടെ പൂർവികരായ നേതാക്കന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലുള്ള ചില അറബ് സഹോദരങ്ങൾ അവരുടെ ചില തീരുമാനങ്ങൾ അംഗീകരിക്കണം, അവരുടെ നിലപാടുകളുമായി നമ്മൾ പൊരുത്തപ്പെട്ടു പോകണം എന്ന് പറഞ്ഞപ്പോ ബഹുമാന്യനായ KP മുഹമ്മദ് മൗലവി റഹിമഹുല്ല അത്തരം ആളുകളോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, നിങ്ങളുടെ പണം വരുന്നതിന് മുമ്പ് പിടിയരിയും സദഖയും സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൽ പള്ളികൾ ഉണ്ടാക്കുകയും അത് നടത്തിക്കൊണ്ടു പോവുകയും ചെയ്തവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നിലപാടിൽ നിന്ന് മാറാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ ഒരു വാചകം, അത് പറയാൻ നമുക്ക് കഴിയണം. കുവൈത്തിൽ നിന്ന് കേരളത്തിലെ സലഫികൾക്ക്, മുജാഹിദുകൾക്ക് അനുവദിക്കപ്പെട്ട ഫണ്ടുകൾ വകമാറ്റി അത് സ്വീകരിച്ച് മുജാഹിദുകളുടെ പള്ളികൾ പിടിച്ചടക്കാൻ നിങ്ങൾ നോക്കൂ. ഒറ്റ ഉദാഹരണം, തിരുവനന്തപുരത്ത് മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ സ്ഥാപനം, മുജാഹിദ് പ്രസ്ഥാനമാണ് ആ സ്ഥാപനം ഉണ്ടാക്കിയത്. ഇന്നും അവിടെ പോകുന്ന ആളുകൾക്ക് അതിന് തറക്കല്ലിട്ട ആളുകളുടെ പേര് കാണാം, അത് ഉദ്ഘാടനം ചെയ്തവരുടെ പേര് കാണാം. ആ പള്ളി പിടിച്ചെടുക്കുകയും അത് കേസിലകപ്പെടുകയും ഇന്നും അവിടെ സർക്കാർ നിശ്ചയിക്കുന്ന ഖത്തീബ് ഖുത്ബ നടത്തുകയും ചെയ്യുന്ന ദുരവസ്ഥ. ഒരാൾക്കും അവകാശപ്പെടാൻ കഴിയില്ലല്ലോ, അത് ഒരാൾക്കും അവകാശപ്പെടാൻ കഴിയില്ല. എന്നിട്ടും ഇത്തരം അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, പിടിച്ചെടുക്കലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ ആസൂത്രിതമായി മഹല്ലുകളുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇരിക്കുന്ന ഒരു വേദി എന്ന നിലയിൽ സൂചിപ്പിക്കാനുള്ളത്, ഇത്തരം കടന്നുകയറ്റങ്ങളെ ആദർശപരമായും അതേപോലെ തന്നെ ഭൗതികമായുമുള്ള കടന്നുകയറ്റങ്ങളെ വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, മതബോധമുള്ള ഒരു സമൂഹം, അതിനെ ഉണ്ടാക്കിയെടുക്കേണ്ട ബാധ്യത ഈ മഹല്ലുകൾക്കുണ്ട്. എവിടെയാ നമ്മളുടെ ചെറുപ്പക്കാരെത്തി നിൽക്കുന്നത്? നമുക്ക് കുറ്റം പറയാൻ എളുപ്പമാണ്, നമുക്ക് ആക്ഷേപിക്കാൻ എളുപ്പമാണ്. എന്താ, നമ്മളെ മക്കളൊന്നും ശരിയില്ല, പുതിയ കുട്ടികളൊന്നും ശരിയില്ല, അവരൊന്നും ഇസ്ലാമുമായി അല്ലെങ്കിൽ നമ്മുടെ പള്ളികളുമായി ഒന്നും ബന്ധപ്പെടുന്നില്ല എന്ന് നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുകൂടി നമ്മൾ ആലോചിക്കണ്ടേ? ഈ കുട്ടികളെ ചേർത്ത് നിർത്താൻ നമ്മളുടെ വീടുകളിലുള്ള കുട്ടികളാണെങ്കിലും ശരി, നമ്മളുടെ നാട്ടിലുള്ള കുട്ടികളാണെങ്കിലും ശരി, നമ്മളുടെ പള്ളിയുമായി ബന്ധപ്പെടുന്ന കുട്ടികളാണെങ്കിലും ശരി, അവരെ നമ്മോടൊപ്പം ചേർത്ത് നിർത്താൻ എന്താ നമ്മൾ ചെയ്യുന്നത്? ആലോചിച്ചു നോക്കൂ. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി തന്നെ നമുക്ക് നൽകിയ നിർദ്ദേശം, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ എന്നാണ്. നിങ്ങൾ മാത്രം നരകത്തെ കാത്താൽ പോരാ, നിങ്ങൾ മാത്രം നരകത്തെ ഭയപ്പെട്ടാൽ പോരാ,
നിങ്ങൾ മാത്രം നരകത്തെ പേടിക്കുകയും അതിലേക്ക് എത്തിച്ചേരുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്താൽ പോരാ, പിന്നെയോ നിങ്ങളുടെ മക്കളെയും സംരക്ഷിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് എന്നാണ്. നമ്മളുടെ മക്കളോട് നമ്മളത് സംസാരിക്കാറുണ്ടോ? ദുനിയാവിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാറുണ്ട്. നമ്മളുടെ കച്ചവടത്തെക്കുറിച്ച്, നമ്മളുടെ ഇടപാടുകളെക്കുറിച്ച്, നമ്മളുടെ മറ്റ് ജീവിത കാര്യങ്ങളെക്കുറിച്ച്, വീട് നിർമ്മിക്കുന്നതിനെ കുറിച്ച് ഒക്കെ നമ്മൾ നമ്മളുടെ മക്കളോട് സംസാരിക്കാറുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ടോ? നമ്മളുടെ കുട്ടികൾക്ക് നമ്മളുടെ വീടുകളിലായാലും ഹോസ്റ്റലുകളിലായാലും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായാലും പഠിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കാറുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ ദീൻ അത് കേൾക്കാൻ, അത് പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ എന്ത് സൗകര്യമാണ് നമ്മൾ അവർക്ക് ഒരുക്കി കൊടുക്കാറുള്ളത്? ഇവിടെ തന്നെ നോക്കൂ, ഇവിടെ നമ്മൾ പരിശോധിച്ച് നോക്കുക. നമ്മളുടെ കുട്ടികൾ, ഇവിടെ ഇരിക്കുന്ന ആളുകളിലെ മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്. എത്ര ആളുകൾ ഇത്തരം ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നു, ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നു. അവരെ ഇത്തരം ക്യാമ്പുകളിൽ പങ്കെടുപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ ആലോചിക്കണ്ടേ? നമ്മൾ പോകുന്നത് എവിടേക്കാണെന്നറിയോ? നമ്മളെ മക്കള് പോകുന്നത് മതനിരാസത്തിൻ്റെയും മതനിഷേധത്തിൻ്റെയും ലിബറലിസത്തിൻ്റെയും അതേപോലെ എന്തൊക്കെ ജീർണതകളുണ്ടോ ആ മുഴുവൻ ജീർണതകളുടെയും ലോകത്താണ്. ഒരുപക്ഷേ കോളേജുകളിലെ, സ്കൂളുകളിലെ അധ്യാപകർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ ഒരു സ്കൂളിലുണ്ടായ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിലെത്തിയ അധ്യാപകനോട് അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. അദ്ദേഹം പറഞ്ഞു, മാഷേ, ഈ കേരളത്തിൽ ഏറ്റവും ഗതികെട്ട 2 വർഗം നിങ്ങൾ മാഷന്മാരും ഞങ്ങൾ പോലീസുകാരുമാണ്. കാരണം നിങ്ങളെയും ഞങ്ങളെയും സമൂഹം നിശ്ചയിച്ചിരിക്കുന്നത് നാട് നന്നാക്കാനാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, എന്തെങ്കിലും തിന്മ കണ്ടാൽ അത് നിയമം അനുസരിച്ച് പാലിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ നിശ്ചയിച്ചിരിക്കുന്നത്. അതുപോലെ കുട്ടികൾക്ക് നന്മയുടെ പാഠങ്ങൾ പകർന്നു നൽകാനാണ് നിങ്ങളെ നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കത് പറയാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു കുട്ടി സമൂഹത്തിൽ തിന്മയായ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളതിനെ എതിർത്താൽ ബാലാവകാശ കമ്മീഷനുണ്ട്, മനുഷ്യാവകാശ കമ്മീഷനുണ്ട്, കോടതിയുണ്ട്. ഇതിലേക്കൊക്കെ പോയാൽ നിങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും. നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. റോഡിൽ വെച്ച് ലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടിയെ കണ്ടാൽ യൂണിഫോം ഇട്ട് ആ കുട്ടിയുടെ അരികിൽ പോയി അതിനെ പിടിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. പിന്നെയോ ഇവിടെ വന്ന് യൂണിഫോം ഒക്കെ മാറ്റിയിട്ട് സാധാ വേഷത്തിൽ പോയിട്ട് സഹോദര്യത്തോട് കൂട്ടിക്കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. എങ്ങനെ നടക്കും? എല്ലാ സംവിധാനങ്ങളും നമ്മളുടെ കുട്ടികളെ സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്ന, നമ്മളുടെ കുട്ടികളെ നന്മയിലേക്ക് നയിക്കും എന്ന് വിശ്വസിക്കുന്ന എല്ലാ സംവിധാനങ്ങളും തകർന്നു പോയിരിക്കുന്നു. ഒരു പ്രതീക്ഷക്കും വകയില്ലാത്ത തരത്തിൽ, ആർക്കും നന്നാക്കിയെടുക്കാൻ കഴിയാത്ത തരത്തിൽ അത്തരം സംവിധാനങ്ങളൊക്കെ തകർന്നിരിക്കുന്നു. പിന്നെ ഉള്ളതാരാണ്? നമ്മളാണ്, രക്ഷിതാക്കളാണ്. നമ്മളുടെ മഹല്ലുകളും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുമാണ്. ഈ കുട്ടികളെ നന്നാക്കിയെടുക്കാൻ, അവരെ ദീനിനോടൊപ്പം ചേർത്ത് നിർത്താൻ, അവരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താൻ വേറെ ആർക്കും സാധിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ പലപ്പോഴും നമ്മൾ അതിൻ്റെയൊക്കെ അപ്പുറത്ത് പോയി അള്ളാഹുവിൻ്റെ ഈ മഹത്തായ അനുഗ്രഹങ്ങളെ മറന്നു പോകുന്ന അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സീന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ഖനാതീരിൽ മുഖന്തറ മിനൽ ദഹബി വൽ ഫില്ലതി വൽ ഖൈലിൽ മുസവ്വമ വൽ അൻആമി വൽ ഹർസ് ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ് എന്ന് അല്ലാഹു പറയുന്നുണ്ട്. ഈ ദുനിയാവിൻ്റെ ആകർഷണീയതകളിലാണ് പലപ്പോഴും നമുക്ക് താല്പര്യം. മതബോധമുള്ള ഒരു സമൂഹം വളർന്നു വരണം എന്നതിനപ്പുറത്ത് നമ്മളുടെ പള്ളിയും നമ്മളുടെ മദ്രസയും നമ്മളുടെ സ്ഥാപനങ്ങളും ഒക്കെ സംരക്ഷിക്കുകയും
അത് അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം വളർന്നു വരണം എന്നതിനപ്പുറത്ത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഈ ദുനിയാവിൻ്റെ പളപളപ്പിൽ നമ്മളുടെ മക്കൾ വളരണം എന്നാണ്. അവര് ഏത് തരത്തിലുള്ള വിശ്വാസം സ്വീകരിച്ചാലും ശരി, അവരേത് തരത്തിലുള്ള ആദർശം സ്വീകരിച്ചാലും ശരി, അവരേത് ബോധത്തോടുകൂടി ജീവിച്ചാലും ശരി, ഭൗതികമായ കാര്യങ്ങളിൽ അവർ മുന്നോട്ട് പോകണം, ഭൗതിക കാര്യങ്ങളിൽ അവർ മികവ് നേടണം എന്നിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ രക്ഷിതാക്കൾ എന്ന നിലയിൽ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ മഹല്ലുകൾക്ക് ഇതിൽ വലിയ പങ്കുണ്ട്. ഈ കുട്ടികളെ ചേർത്ത് നിർത്തുക, ഈ കുട്ടികളെ ഒപ്പം നിർത്തുക. ഞാൻ ചോദിക്കട്ടെ, രക്ഷിതാക്കൾ എന്ന നിലയിൽ, ഇവിടെ നേരത്തെ സംസാരിച്ചോ എന്ന് എനിക്കറിയില്ല, രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മളുടെ മക്കളോട് സ്നേഹത്തോടെ നമ്മൾ സംസാരിച്ചിട്ട് എത്ര കാലമായി എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ചു നോക്കുക. ഒരു +2 പഠിക്കുന്ന എൻ്റെ കുട്ടിയെ, എൻ്റെ മകനെ, എൻ്റെ മകളെ ഞാനൊന്ന് ചേർത്ത് പിടിച്ചിട്ട് അവരെ സ്നേഹത്തോടെ ഒന്ന് ചുംബിച്ചിട്ട് എത്ര കാലമായി എന്ന് മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. എത്ര ആളുകൾ ചെയ്തിട്ടുണ്ടാകും? എത്ര ആളുകൾ എന്താണ് നീ സ്കൂളിൽ നടന്നത്, എന്തൊക്കെയാണ് നീ പഠിക്കുന്നത്, എന്താണ് നിന്റെ പ്രശ്നങ്ങൾ, നിനക്കെന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, ആരെങ്കിലും സ്കൂളിൽ, വഴിയിൽ, ബസ് സ്റ്റോപ്പിൽ, യാത്രക്കിടയിൽ നിന്നെ ശല്യം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാൻ നമ്മൾ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? എൻ്റെ എന്ത് പ്രശ്നവും, എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടാകുന്ന എന്ത് വിഷമവും എൻ്റെ മാതാപിതാക്കളോട് പോയി പറയാം എന്ന് ബോധം നമ്മളുടെ മക്കളിൽ ഉണ്ടാക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും ഇല്ല. എന്തുകൊണ്ടാ? ഹോസ്റ്റലിൻ്റെ മുകളിലെ 4ഓ 5ഓ നിലയുള്ള ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് കുട്ടികൾ താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നത്? എന്തുകൊണ്ടാ വിവാഹം കഴിച്ചയച്ച പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിൽ ഒന്നുകിൽ ഫാനിന് മുകളിൽ, അല്ലെങ്കിൽ വിഷം കഴിച്ച്, അല്ലെങ്കിൽ അവിടെ നിന്ന് കൊച്ചു കുട്ടികളെയും കൂട്ടി ഇറങ്ങി ഏതെങ്കിലും പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നത്? ഈ കുട്ടിക്ക് മാതാപിതാക്കളില്ലേ? നമ്മളുടെ കുട്ടിയെ ഒരു കോളേജിലേക്ക് കൊണ്ടുപോയി ചേർക്കുമ്പോൾ കുട്ടിയോട് പറയുന്നത് എന്താ? 10,000 ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ടാണ് നിനക്ക് അഡ്മിഷൻ വാങ്ങിത്തന്നിരിക്കുന്നത്, അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ട് തന്നെ നീ ഇവിടെ നിന്ന് എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും ഇവിടെ തന്നെ പഠിച്ചു കൊള്ളണം എന്നാ നമ്മൾ പറയുന്നത്. ഒരുപക്ഷെ ആ ഹോസ്റ്റലിൻ്റെ സാഹചര്യം, അല്ലെങ്കിൽ അവൻ പഠിക്കുന്ന വിഷയങ്ങൾ, ഇതൊന്നും അവൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്താ ഇവൻ ചെയ്യേണ്ടത്? വീട്ടിലേക്ക് ചെല്ലാൻ പാടില്ല. കാരണം ഹോസ്റ്റലിലാക്കിയിട്ട് തിരിച്ചു പോകുമ്പോൾ ഉമ്മ പറഞ്ഞത് നിനക്കറിയാലോ, വാപ്പ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ എങ്ങനെയാണ് ഉണ്ടാക്കിയത്, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കിയത് എന്നറിയാലോ, അതുകൊണ്ട് ഇവിടെ തന്നെ നിന്നോളണം എന്നാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. ഇവൻ്റെ മുമ്പിൽ 2 വഴിയേ ഉള്ളൂ. ഒന്നുകിൽ മരിച്ചു കളയുക, അല്ലെങ്കിൽ ലഹരിക്കടിമയാവുക. നേരെ മറിച്ച് നമ്മളുടെ മക്കളോട് നമ്മൾ പറയുന്നു എന്ന് വിചാരിക്കുക, എടാ ഇവിടെ ഫീസൊക്കെ അടച്ചിട്ടുണ്ട്, അത് നിനക്ക് പഠിക്കാൻ വേണ്ടിയാണ്, നിനക്ക് പഠിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടല്ലേ നീ ഇത് തിരഞ്ഞെടുത്തത്. എപ്പോഴെങ്കിലും നിനക്ക് ഈ കോഴ്സ് തുടരാൻ കഴിയില്ല എന്ന് തോന്നിയാൽ, എപ്പോഴെങ്കിലും നിനക്ക് ഈ ഹോസ്റ്റലിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് തോന്നിയാൽ, അപ്പൊ നീ എന്നെ വിളിച്ചോ, ഞാൻ വരും, നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. ഇതല്ലാത്ത 100 കണക്കിന് കോഴ്സ് വേറെയും ഈ ലോകത്തുണ്ട്. ജീവിക്കാൻ ഇത് തന്നെ പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എപ്പോഴും നിനക്ക് താങ്ങായി തണലായി ഞാനും നിന്റെ ഉമ്മയുമുണ്ട്, അല്ലെങ്കിൽ ഞാനും നിന്റെ ഉപ്പയുമുണ്ട് എന്ന് ഈ പയ്യനോട്, ഈ പെൺകുട്ടിയോട് പറഞ്ഞിരുന്നെങ്കിൽ അവർ ലഹരിയിൽ അഭയം തേടുമായിരുന്നില്ല, അവർ ആത്മഹത്യയുടെ മാർഗം സ്വീകരിക്കുമായിരുന്നില്ല. കല്യാണം കഴിച്ച് അയക്കുന്ന പെൺകുട്ടിയോടും പറയുന്നത് ഇത് തന്നെയാണ്. എങ്ങനെയായി ഈ പൊന്നുണ്ടാക്കിയെന്ന് നിനക്കറിയാലോ, എങ്ങനെയായി ആഭരണങ്ങൾ ഉണ്ടാക്കിയെന്ന് നിനക്കറിയാലോ, എങ്ങനെയായി കല്യാണം നടത്തിയതെന്ന് നിനക്കറിയാലോ. നീ വിചാരിക്കുന്നത് പോലെയൊന്നും ആവില്ല ജീവിതം.
നീ കഥകളിൽ വായിച്ചതുപോലെ, കേട്ടതുപോലെ, അതല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരികളിൽ നിന്ന് നീ മനസ്സിലാക്കിയതുപോലെ ഇതൊന്നുമല്ല ജീവിതം. അതിനപ്പുറം പ്രയാസമുണ്ടാകും. എന്ത് കഷ്ടപ്പാടാണെങ്കിലും അവിടെ കടിച്ചു പിടിച്ച് നിൽക്കണം. ഇങ്ങോട്ട് വരരുത്. കാരണം നിന്റെ അനുജത്തി കല്യാണ പ്രായത്തിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ആങ്ങള കല്യാണം കഴിക്കാൻ നിൽക്കുകയാണ്. നീ ഇവിടെ വന്നാൽ അവർക്ക് കൂടി ബാധ്യതയാകും. വാപ്പാക്ക് അങ്ങനെ ഒരു ബാധ്യത ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവിടെ തന്നെ എന്ത് പ്രയാസം സഹിച്ചും നീ നിൽക്കണം എന്നാണ് ഈ ഉമ്മ പറഞ്ഞു കൊടുക്കുന്നത്, എന്നാണ് ഈ ബന്ധുക്കൾ പറഞ്ഞു കൊടുക്കുന്നത്. ഭർത്താവിൻ്റെ വീട്ടിൽ താൻ ജീവിച്ച സംസ്കാരവുമായി, ദീനുമായി, സാഹചര്യവുമായി ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോവില്ല എന്ന് ഈ പെൺകുട്ടി മനസ്സിലാക്കുന്നു. മാതാപിതാക്കൾ പറഞ്ഞതുപോലെ കടിച്ച് പിടിച്ച് പ്രയാസങ്ങൾ സഹിച്ചു നിൽക്കുന്നു. 1-2 കുട്ടികൾ ഉണ്ടാകുന്നു. ഒരു ഘട്ടത്തിൽ ഈ പെൺകുട്ടി തകർന്നു പോവാണ്. എന്ത് ചെയ്യും? ജീവിക്കണ്ടേ? എന്താ വഴി? ഈ 2 കുട്ടികളെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകാൻ കഴിയോ? ഇല്ല, അങ്ങോട്ട് ചെല്ലാൻ പാടില്ല എന്നാണ് ഉമ്മയുടെ, ഉപ്പയുടെ, ആങ്ങളമാരുടെയൊക്കെ കൽപ്പന. പിന്നെ എന്ത് ചെയ്യണം? ഒന്നുകിൽ മരിക്കണം. ആലോചിച്ച് നോക്കൂ. നമ്മൾ ഒരു പെണ്ണ് നൊന്തു പ്രസവിച്ച കുഞ്ഞിന് ആ കുഞ്ഞ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഐസ്ക്രീമിലോ മറ്റേതെങ്കിലും ഒരു ഭക്ഷണത്തിലോ വിഷം കലർത്തി കൊടുത്ത് ആ കുഞ്ഞുങ്ങളെ കൊല്ലണമെങ്കിൽ എത്രമാത്രം സംഘർഷത്തിലൂടെ ആ പെൺകുട്ടി കടന്നു പോയിട്ടുണ്ടാകും? എന്തൊക്കെ ആലോചിച്ചിട്ടുണ്ടാകും? എന്തൊക്കെ മാർഗങ്ങളെക്കുറിച്ച് ആ പെൺകുട്ടി തെരഞ്ഞു നോക്കിയിട്ടുണ്ടാകും? ഒരു വഴിയുമില്ല, ഒരു രക്ഷയില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണല്ലോ ഈ അവസാനത്തെ വഴിയായി ഇത് തെരഞ്ഞെടുക്കുന്നത്. നേരെ മറിച്ച് ഈ പെൺകുട്ടിയെ ഇടയ്ക്ക് പോയി കണ്ട് വിളിച്ചന്വേഷിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവളുടെ മുഖത്തിൽ നിന്ന് വായിച്ചെടുക്കുമ്പോൾ മറ്റാരെയെങ്കിലുമൊക്കെ വിട്ട് അവളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതാ ഈ വീടിന്റെ വാതിൽ നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നു. റൂമില്ലേ? ആങ്ങളക്ക് വേറെ റൂം, അല്ലെങ്കിൽ വേറെ സഹോദരന് വേറെ റൂമില്ലെങ്കിൽ മോളെ, ഞാനും ബാപ്പയും കിടക്കുന്ന റൂമിലൊരു കട്ടിൽ നിനക്കുണ്ട്. ഇനി അല്ലെങ്കിൽ തറയിൽ പാവിരിച്ച് നിനക്കും നിന്റെ മക്കൾക്കും കിടക്കാം എന്ന് പറയുന്ന മാതാപിതാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുമായിരുന്നോ? ആരാണ് ഇതിനൊക്കെ കാരണക്കാരെന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ ഈ സ്നേഹം നൽകുന്നില്ലെങ്കിൽ നമ്മളുടെ മക്കൾക്ക്, ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ, വിവാഹം കഴിഞ്ഞവരാകട്ടെ കഴിയാത്തവരാകട്ടെ, ഈ സ്നേഹം നമ്മൾ പകർന്നു നൽകുന്നില്ലെങ്കിൽ അവരെ സ്നേഹിക്കാൻ അവരുടെ സ്കൂളുകളിലേക്ക്, കോളേജിലേക്ക് പോകുന്ന വഴിവക്കിൽ ഒരുപാട് പേരുണ്ട് സൗജന്യമായി അവർക്ക് സ്നേഹം നൽകാൻ. സ്നേഹം വേണ ആളുകൾക്ക് നമ്മൾ ആലോചിക്കും, നമ്മളെ സ്നേഹിക്കാൻ ആളില്ലെങ്കിൽ നമ്മൾ എത്ര സംഘർഷത്തിലായിരിക്കും. നമ്മുടെ ഭാര്യ നമ്മളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, നമ്മളുടെ മക്കൾ നമ്മളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ എത്രമാത്രം സംഘർഷം നേരിടും. എൻ്റെ വാപ്പ എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊരു കുട്ടിക്ക് തോന്നിയാൽ, എൻ്റെ ഉമ്മ എന്നെ സ്നേഹിക്കുന്നില്ല, എനിക്ക് പറയാൻ ഒരുപാടുണ്ട് എൻ്റെ മനസ്സിൽ, ഞാൻ അനുഭവിക്കുന്ന ഒരുപാട് സംഘർഷങ്ങളുണ്ട്, ഇതൊന്നും പറയാൻ എനിക്ക് ആളില്ല എന്ന് തോന്നുമ്പോഴാണ് ആ പെൺകുട്ടി വഴിവക്കിലിരിക്കുന്ന ആരെയോ കണ്ടെത്തുന്നത്, അവളുടെ പ്രശ്നങ്ങൾ പറയാൻ അവന്റെ കൂടെ ഒളിച്ചോടുന്നത്, അവൻ കൊടുക്കുന്ന ലഹരിക്ക് അടിമയാകുന്നത്. ഇത് നമ്മളുടെ നാട്ടിൽ കാണുന്നു. എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചേർത്ത് പിടിക്കണം. നമ്മൾ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ അവർ ചേർത്ത് പിടിക്കുന്ന ആളുകളോടൊപ്പം പോകും. നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ അവർ സ്നേഹിക്കുന്നവരോടൊപ്പം പോകും. ഇതാണ് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോ ഇവിടെ മഹല്ലുകൾക്ക് വലിയ ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട്. കൗൺസിലിംഗ് സെന്ററുകൾ ഉണ്ടാക്കണം. ഇത്തരം കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയണം. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ പ്രവർത്തനം കൊണ്ട്, കുടുംബനാഥന്മാരെന്ന നിലയിൽ, കുടുംബത്തിൽ ഉത്തരവാദിത്തമുള്ള ഗൃഹനാഥകൾ എന്ന നിലയിൽ, പെൺകുട്ടികളുടെ അവരുടെ ഭർത്താക്കന്മാരുടെ മാതാപിതാക്കൾ എന്ന നിലയിൽ,
അല്ലെങ്കിൽ മക്കളുടെ രക്ഷിതാക്കൾ എന്ന നിലയിൽ എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ പ്രവർത്തനം കൊണ്ട്, എൻ്റെ അശ്രദ്ധ കൊണ്ട് എൻ്റെ വീട്ടിൽ ഒരു കുട്ടിയും ആത്മഹത്യ ചെയ്യില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണ്ടേ? എൻ്റെ വീട്ടിൽ അങ്ങനൊന്നും ഉണ്ടായില്ല. ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ട്, സംഭവിക്കോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ എൻ്റെ അശ്രദ്ധ കൊണ്ടുണ്ടാവില്ല. ഞാൻ പരിഗണിക്കാത്തത് കൊണ്ട്, ഞാൻ അവഗണിക്കുന്നത് കൊണ്ട്, എൻ്റെ വാക്കുകളുടെ ശല്യം സഹിക്കാതെ എൻ്റെ മകൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്യില്ല എന്നുറപ്പ് പറയാൻ മാതാപിതാക്കൾക്ക് കഴിയണ്ടേ? ഏതോ ഒരു വീട്ടിൽ നിന്ന് അവൾ ജീവിച്ച സാഹചര്യം വേറെ, അവൾ കഴിച്ച ഭക്ഷണം വേറെ, അവൾ ഉൾക്കൊണ്ട സംസ്കാരം വേറെ, അവർ കേട്ട ഭാഷ വേറെ. ഇതൊക്കെയാകാം ഒരു പുതിയ വീട്ടിലേക്കൊരു പെൺകുട്ടി വരുമ്പോൾ ഉണ്ടാകുന്നത്. ആ പെൺകുട്ടി ഈ സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ സമയം നൽകുന്നതിന് പകരം നിരന്തരമായി വാക്കുകൾ കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട്, കുത്തുവാക്കുകൾ കൊണ്ട് ആക്രമിക്കപ്പെടുകയും അവൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥ ആലോചിച്ചു നോക്കൂ. കുടുംബനാഥന്മാർക്ക്, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമുള്ളവർക്ക് ഇതിൽ വലിയ പങ്ക് നിർവഹിക്കാനുണ്ട്. രണ്ടാമത്തേത്, മഹല്ലുകൾ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ ഉണ്ടാക്കണം. മഹല്ല് കമ്മിറ്റി സെക്രട്ടറി, മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ്, പള്ളിയുടെ ഭാരവാഹി എന്നൊക്കെ പറയുന്നത് ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത് ഖുത്ബക്ക് വരുന്ന ആൾക്ക്, ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് ശമ്പളം കൊടുക്കാൻ, അതല്ലെങ്കിൽ പള്ളിയിൽ ആ കയറി വരുമ്പോൾ ഒരു പല്ലി കാഷ്ടിച്ചത് കണ്ടാൽ അതിൻ്റെ പേരിൽ അത് വൃത്തിയാക്കാൻ ചുമതലപ്പെടുത്തിയ ആളെ രണ്ട് ചീത്ത പറയാൻ, ഇതിന് മാത്രമൊന്നുമല്ല. അതൊക്കെ ചെയ്യേണ്ടതാണ്. ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിനെ കുറിച്ച് ബോധ്യപ്പെടുത്തണം. അതിനും അപ്പുറത്ത് ഈ മഹല്ലിലെ ആളുകൾ നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും കൂടിയാണ്. അത് ചെയ്തു കൊടുക്കണ്ടേ? കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൽ കക്ഷി ചേരുന്നതിന് പകരം എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി പരിഹാരം നിർദ്ദേശിക്കണ്ടേ? കൗൺസിലിങ്ങുകൾ ആവശ്യമാണെങ്കിൽ അത് നൽകണ്ടേ? അതിനെക്കുറിച്ചുള്ള ബോധം മഹല്ലിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾക്കുണ്ടാകണ്ടേ? ഇല്ലെങ്കിൽ ഇപ്പറഞ്ഞതാ സംഭവിക്കുന്നത്. കോളേജുകളിലേക്ക് പോകുന്ന, അതല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന നമ്മളുടെ മക്കൾ ഈ പറഞ്ഞതുപോലെ മതമില്ലാത്ത, മതബോധമില്ലാത്ത ആളുകളായി തിരിച്ചു വരും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ എതിരെ വൈജ്ഞാനിക പ്രതിരോധം തീർക്കാൻ മഹല്ലുകൾക്ക് കഴിയണം. നിരന്തരമായി ഉത്ബോധനങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. സമൂഹത്തിൽ ഉണ്ടാകുന്ന പുതിയ വിഷയങ്ങളെക്കുറിച്ച് നമ്മളുടെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അത് മതപരമായ, ആദർശപരമായ വിഷയങ്ങളായാലും ശരി, ലഹരി, അതേപോലെ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന മറ്റ് ജീർണതകൾ, ഇതിലൊന്നും പെട്ടുപോകാതിരിക്കാൻ. കാരണം നമ്മൾ വിചാരിക്കുന്നതിൻ്റെ എത്രയോ അപ്പുറത്താണ് നമ്മളുടെയൊക്കെ മക്കളുള്ളത്. UP സ്കൂളിലെ നമ്മൾ കേട്ടതാണല്ലോ, 12 വയസ്സിൽ, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 60-70 വയസ്സ് പ്രായമുള്ള ആളുകളുണ്ടല്ലോ, ഇവിടെ MDMA കണ്ട എത്ര ആളുകളുണ്ട്? MDMA എന്ന മയക്കുമരുന്ന് കണ്ട എത്ര ആളുകൾ ഇവിടെ ഉണ്ട്? ഞാൻ മനസ്സിലാക്കുന്നത് ആരും ഉണ്ടാവില്ല എന്നാണ്. ഇനി ഉണ്ടെങ്കിൽ ഒരു 4-5 ആളുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ജോലിയൊക്കെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ കാണാത്ത, നമ്മൾ തീരെ മോശക്കാരൊന്നും അല്ലല്ലോ, നാടുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാതെ വീട്ടിൽ അടച്ചുപൂട്ടി കഴിയുന്ന ആളുകളൊന്നും അല്ലല്ലോ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ കാണാത്ത MDMA കേരളത്തിലെ 12 വയസ്സുകാരൻ്റെ, ഒരു സ്കൂളിലെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ കയ്യിൽ പോലും എത്തിച്ചേരുന്ന തരത്തിൽ വ്യാപകമാണ്. നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ നമ്മളുടെ ഈ കേരളത്തിലെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ കയ്യിലേക്ക് പോലും അത് എത്തിച്ചേരാൻ മാത്രം മാർക്കറ്റിൽ അതുണ്ട്. നമ്മളുടെയൊക്കെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് അത് നമ്മളുടെ ഇടവഴികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? അത് കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നറിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ആഗ്രഹിക്കുന്ന കുട്ടികളോട് ജീവിതത്തിൽ ഒരിക്കൽ
മറ്റേത് മയക്കുമരുന്നുകളെക്കാളും മറ്റേത് ലഹരിയെക്കാളും ഈ സിന്തറ്റിക് ലഹരികൾ ജീവിതത്തിൽ ഒരിക്കലൊരു പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ പോലും തിരിച്ചു വരാൻ കഴിയാത്തത്ര അതിൻ്റെ അടിമകളായി നിങ്ങൾ മാറുമെന്ന്. അങ്ങനെ അടിമകളായി നിങ്ങൾ മാറിയാൽ നിങ്ങളുടെ ഉമ്മ ആരെന്ന്, നിങ്ങളുടെ ഉപ്പ ആരെന്ന്, നിങ്ങളുടെ സഹോദരിമാരാരെന്ന്, നിങ്ങളുടെ അധ്യാപകരോ നിങ്ങൾ ബഹുമാനിക്കേണ്ടവരോ ആരെന്ന് തിരിച്ചറിയാത്ത ദുരവസ്ഥയിലേക്ക് നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ വികാരവും മാറിപ്പോകുമെന്ന് ഈ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമുക്ക് ഇതൊക്കെ കണ്ടിട്ട് അവസാനം നമ്മളുടെ മഹലിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ കുട്ടി മരിച്ചോ, ലഹരി ഉപയോഗിച്ചു, അവൻ ആത്മഹത്യ ചെയ്തോ എന്ന് ചോദിക്കുകയും അതിന് അപ്പം തന്നെ ആ വിവരം അറിയുമ്പോൾ മയ്യത്തേട്ടിൽ കൊണ്ടുപോകണം, കുളിപ്പിക്കാനുള്ള കട്ടിൽ കൊണ്ടുപോകണം, കബറൊഴിക്കാനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കണം. അല്ല, അതിനും അപ്പുറത്ത് ചെയ്യാനുണ്ടായിരുന്നു നമുക്ക്. ആ കുട്ടിയോട്, അത്തരം കുട്ടികളോട് സംസാരിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്നർത്ഥം. അടുത്തത് മറ്റൊരു കാര്യം, നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായി തന്നെ അന്ധവിശ്വാസങ്ങളും ആത്മീയ ചൂഷണങ്ങളും കടന്നു വരുന്നു നമ്മുടെ സമൂഹത്തിൽ. സാമ്പത്തിക തട്ടിപ്പുകൾ കടന്നു വരുന്നു നമ്മുടെ സമൂഹത്തിൽ. ഇത് വരുമ്പോ എല്ലാ ആളുകളും എല്ലാ വിവരമുള്ള ആളുകളൊന്നുമല്ല, എല്ലാറ്റിനെ കുറിച്ചും കൃത്യമായി ബോധമുള്ള ആളുകളല്ല. ആ ബോധമില്ലാത്ത സാധാരണക്കാരായ ആളുകളെപ്പോലും പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോ വരുമ്പോ ഒരു വാർത്ത കണ്ടു, ഒരാളുടെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് വരുന്നു, നിങ്ങൾ ഈ മെസ്സേജ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അയാളൊന്ന് ക്ലിക്ക് ചെയ്തിട്ടേ ഉള്ളൂ. ക്ലിക്ക് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ അയാൾക്ക് തോന്നുന്നു ഇയാളുടെ പണം പോയിട്ടുണ്ട് ബാങ്കിൽ നിന്ന്. മെസ്സേജ് പോലും വന്നിട്ടില്ല, പക്ഷെ അയാളുടെ പണം അയാളുടെ അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ, നമുക്ക് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത തട്ടിപ്പുകൾ, ബുദ്ധിയും വിവരവുമുണ്ട് എന്ന് നമ്മളൊക്കെ വിചാരിക്കുന്ന ആളുകൾ പോലും ഇത്തരം തട്ടിപ്പുകൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്നു. നമ്മളുടെ മഹല്ലുകളിലേക്ക് അത്തരം തട്ടിപ്പുകാർ കടന്നു വരാൻ പാടില്ല. പള്ളി മിമ്പറുകൾ പോലും തട്ടിപ്പുകൾക്ക് ഉപയോഗിച്ചതിൻ്റെ ചരിത്രം നമ്മൾ കേട്ടതാണ് അല്ലേ? ഖതീബുമാര് ആട് കച്ചവടത്തിന് ആളെ ചേർത്ത് പണം തട്ടിച്ച കഥകൾ, അതേപോലെ തന്നെ ഓൺലൈൻ നാണയ തട്ടിപ്പുകൾക്ക്, കറൻസി തട്ടിപ്പുകൾക്ക് ഖതീബുമാർ നേതൃത്വം നൽകിയ കഥകൾ, ഇതൊക്കെ നമ്മൾ കേട്ടതാണ്, അറിഞ്ഞതാണ്. ആരാണ് ഇത് പറയേണ്ടത്? നമ്മളുടെ പള്ളിയിൽ ഒരു ഖതീബ് വന്ന് ഇങ്ങനെയുള്ള ഒരു കച്ചവടത്തെക്കുറിച്ച് പറയുമ്പോൾ ജനങ്ങളോട് നമ്മൾ പറയണം, പാടില്ല, ഞങ്ങളുമായി ഇതിനൊരു ബന്ധവുമില്ല. ആദ്യം ഇയാളോട് പറയണം, ഈ ജാതി ഏർപ്പാട് ഇവിടെ പറ്റൂല, നിങ്ങളെ ഖുത്ബ നടത്താനാണ് ആക്കിയത്, കച്ചവടം നടത്താനല്ല. രണ്ടാമത് ജനങ്ങളോട് പറയണം, ഞാൻ കണ്ടതാണ്, ഒരു മനുഷ്യൻ വിദേശത്ത് ജോലി ചെയ്ത് അയാളുടെ ജീവിതത്തിന്റെ സമ്പാദ്യം 64 ലക്ഷം രൂപ, 64 ലക്ഷം രൂപ ഇപ്പറഞ്ഞ ഖതീബുമാരുണ്ടാക്കിയ ആട് കച്ചവടത്തിൽ കൊണ്ടുപോയി അയാൾ നിക്ഷേപിച്ചു. അയാൾ ചോദിച്ചു, KNM ഓഫീസിൽ വന്നിട്ട് അയാൾ സങ്കടം പറയാൻ, എങ്ങനെയെങ്കിലും വാങ്ങിത്തരണം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് KNM ഇത് വാങ്ങിത്തരണമെന്ന് പറയുന്നത്? നിങ്ങളോട് KNM പറഞ്ഞോ പണം മുടക്കാൻ? നിങ്ങൾ KNM നേതാക്കന്മാരോട് ആരോടെങ്കിലും ചോദിച്ചോ, ഇങ്ങനെ ഒരാള് ആട് കച്ചവടത്തിന് വരുന്നുണ്ട്, അതിന് പൈസ മുടക്കിയാൽ ഇത്ര ലാഭം തരുമെന്ന് പറയുന്നുണ്ട്, മുടക്കട്ടെ എന്ന് ചോദിച്ചോ? പെട്ടുപോവുകയാണ് മനുഷ്യന്മാർ. നമ്മളുടെ മഹല്ലുകളിലേക്ക് പല രൂപത്തിൽ ഇത്തരം തട്ടിപ്പുകാർ കടന്നു വരുന്നുണ്ട്. എൻ്റെ മഹല്ലിൽ അങ്ങനെ ഒരു തട്ടിപ്പുകാർക്കിടമുണ്ടാവുകയില്ല എന്ന് ഈ മഹല്ലിന്റെ ഭാരവാഹികൾ തീരുമാനിക്കണം. ജനങ്ങളോടത് പറയണം. അതിനുള്ള വ്യവസ്ഥാപിത സംവിധാനം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ, അത് കൃത്യമായുള്ള ഇടപാടുകളാണോ, നിങ്ങൾക്ക് നടത്താൻ പറ്റുന്നതാണോ, മതപരമായി അത് യോജിക്കുന്നതാണോ, അതല്ല ഭൗതികമായി അത് സത്യസന്ധമാണോ എന്നൊക്കെ പരിശോധിക്കാൻ ഈ മഹല്ലിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഉണ്ടാകും. അതിനുശേഷം നിങ്ങളതിന് മെനക്കെടാവൂ എന്നീ ജനങ്ങളോട് പറയാൻ നമുക്ക് കഴിയണം. ആത്മീയ ചൂഷണമാണെങ്കിൽ വേറൊരു വഴിക്ക്, ഞാൻ പറഞ്ഞല്ലോ,
ഏതാൾക്കും ഒരു പച്ച പുതപ്പും ഒരു തൊപ്പിയൊക്കെ ഉണ്ടെങ്കിൽ വലിയ ഔലിയായി വലിയ തങ്ങളായി രംഗത്ത് വരാം എന്ന അവസ്ഥയിലാണ് നമ്മൾ ഇന്നുള്ളത്. ആർക്കും വരാം. അങ്ങനെ ആര് വന്നാലും ജനങ്ങൾ പോകും, അല്ലേ? നിങ്ങൾ കേട്ടില്ലേ? നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ആ ആറ്റക്കോയയുടെ ഭാഷ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തൻ്റെ ഓൺലൈനിൽ വന്നിരിക്കുന്ന സ്ത്രീകളോട് അയാൾ എന്താ പറയുന്നത്? എൻ്റെ മുത്തുമണികളെ, എൻ്റെ മുത്തുമണികളെ എന്നൊക്കെ പറഞ്ഞ് തനി തെരുവ് പൈങ്കിളി ഭാഷ ഉപയോഗിക്കുന്ന ആ തട്ടിപ്പുകാരൻ്റെ അരികിൽ പോലും പോകാനും ചികിത്സ തേടാനും അയാൾ വലിയ എന്തോ ആണ് എന്ന് വിചാരിക്കാനും, ഇതൊന്നും നൂറ്റാണ്ട് പഴക്കമുള്ള മമ്പർത്ത തങ്ങളെ കാലത്തുള്ളതോ ഇനി അതല്ലെങ്കിൽ ഏർവാടിയോ മുത്തുപ്പേട്ടയോ ഒന്നല്ല, ഇപ്പം ഉണ്ടായതാണല്ലോ. ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം, കൊറോണ എന്ന മഹാവിപത്തിന് ശേഷം പ്രത്യക്ഷപ്പെട്ട വിപത്തിൽപ്പെട്ടതാണ് മദനീയം, അറിവിൻ നിലാവ്, ആറ്റക്കോയ തുടങ്ങിയ വലിയ വിപത്തുകൾ. സമൂഹത്തിന്റെ വിശ്വാസത്തെ കാർന്നു തിന്നുന്ന വൈറസുകൾ. ഈ വൈറസുകൾക്കെതിരെ ഈ സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഹല്ലുകൾ നിർവഹിക്കേണ്ട മറ്റൊരു ഉത്തരവാദിത്തം വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയാണ് മഹല്ല്. ഹദീസുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, നമ്മൾ നിരന്തരമായി കേട്ടതാണ്. വിശ്വാസികൾ ഒരു ശരീരം പോലെയാണ്, ഒരു കെട്ടിടം പോലെയാണ് എന്നൊക്കെ അള്ളാന്റെ റസൂല് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴിതാ മഴക്കാലം തുടങ്ങിയിരിക്കുന്നു. വറുതിയുടെ പഞ്ഞത്തിന്റെ മാസം എന്നാണ് സാധാരണ കർക്കിടകത്തെക്കുറിച്ചൊക്കെ പണ്ടുള്ള ആളുകൾ പറയാറുള്ളത്. എല്ലാവർക്കും ജോലി ഉണ്ടാവുകയില്ല, എല്ലാവർക്കും സാമ്പത്തികമായ വരുമാനങ്ങൾ ഉണ്ടാവുകയില്ല. പരസ്പരം സഹായിക്കാൻ തയ്യാറാവണം. വയല് പറയാനുള്ള കാര്യങ്ങളൊന്നല്ല കറിയിൽ വെള്ളം ചേർത്ത് അയൽക്കാരന് കൊടുക്കണം എന്ന് നമ്മൾ മറ്റുള്ള ആളുകൾ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ പോസ്റ്റർ ഇടിക്കാനും അതേപോലെ വാട്സപ്പിൽ ഷെയർ ചെയ്യാനുള്ളതും മാത്രമല്ല, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തണം, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തണം. പ്രയാസമുള്ള ആളുകളെ കണ്ടെത്താൻ സഹായിക്കാൻ നമ്മൾ തയ്യാറാകണം. 5 കിലോ അരിയും 1 കിലോ പഞ്ചസാരയും വാങ്ങിയിട്ട് അതൊരു കിറ്റിലാക്കി പള്ളീൻ്റെ മുമ്പ് കൊണ്ടുവന്ന് ആ പാവത്തിൻ്റെ അഭിമാനം ചൂഷണം ചെയ്യാൻ വേണ്ടി മഹല്ല് കമ്മിറ്റി സെക്രട്ടറി കൊടുക്കുകയും അയാൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ ഇടാനല്ല. അതൊക്കെ നിർത്തേണ്ട കാലായി. ആളുകൾക്ക് അഭിമാനില്ലേ പ്രിയപ്പെട്ടവരെ? എന്തിനാ നമ്മൾ ഈ കോപ്രായങ്ങൾ കാണിക്കുന്നത്? ആ സ്ഥാനത്ത് നമ്മളെ ഒന്ന് നിർത്തി നോക്കൂ. നമ്മൾ പത്രങ്ങളിലൊക്കെ അത്തരം ഫോട്ടോകൾ കാണുമ്പോൾ ആ ഫോട്ടോയുടെ സ്ഥാനത്ത്, ഏറ്റുവാങ്ങുന്ന ആ പാവപ്പെട്ടവന്റെ സ്ഥാനത്ത് നമ്മെ ഒന്ന് നിർത്തി നോക്കൂ. നമ്മൾ എത്ര പ്രയാസം നമുക്കുണ്ടാകും. അതിനു വേണ്ടിയല്ല. ഇന്നമാനു ചൈമുക്കും ലിവജിഹില്ല ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. അള്ളാന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്, നിങ്ങളെ നന്ദി പോലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ്. എങ്ങനെ താങ്ക്സ് എന്ന് ആ കിട്ടിയ ആള് പോലും പറയുന്നത് പ്രതീക്ഷിക്കാതെ, എന്നിട്ടല്ലേ ഫോട്ടോയും അത് പത്രത്തിൽ വരലും വാട്സപ്പ് ഗ്രൂപ്പിലിടലും ഒക്കെ. അങ്ങനെ ആളുകളെ സഹായിക്കുക എന്ന ഉത്തരവാദിത്തം മഹലിനുണ്ട്. ഈ മഴക്കാലത്ത് ഞങ്ങളുടെ മഹലിൽ ഒരാള് പോലും പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ, ഈ മഹലിൽ ഒരു രോഗി പോലും കൃത്യമായ മരുന്ന് കിട്ടാതെ കഷ്ടപ്പെടുന്നില്ല എന്നുറപ്പുവരുത്താൻ ബാധ്യതയുണ്ട് മഹലിന്. അതിനുവേണ്ടിയാ തെരഞ്ഞെടുത്തത്, അതിനുവേണ്ടിയാ ഈ കൂട്ടായ്മ. അത് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രയാസപ്പെടുന്ന ആളുകളെ കണ്ടെത്താനും അതേപോലെ അവരെ ഈ പറഞ്ഞതുപോലെ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും നമുക്ക് കഴിയണം. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു പോവുകയാണ്. നമ്മുടെ സമൂഹത്തിന്റെ പകുതിയാണ് സ്ത്രീകൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പള്ളിയുടെ പിരിവിന് അവരുടെ അരികിൽ നിന്ന് ആഭരണങ്ങൾ നമ്മൾ വാങ്ങാറുണ്ട്. മറ്റെന്തെങ്കിലും ആവശ്യത്തിന് അവരുടെ അരികിൽ നിന്ന് പിരിവുകൾ നമ്മൾ വാങ്ങാറുണ്ട്. അവരെ മാനസികമായി, വിശ്വാസപരമായി, ആത്മീയമായി കരുത്തുറ്റവരാക്കാനുള്ള സംവിധാനങ്ങൾ കൂടി നമ്മൾ ഏർപ്പാട് ചെയ്യണം.
കാരണം നേരത്തെ പറഞ്ഞതുപോലെ അവരെ ചൂഷണം ചെയ്യാൻ, വിശ്വാസപരമായ ചൂഷണം അവരാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്, സാമ്പത്തിക ചൂഷണം അവരാണ് വേഗം വലയിൽ വീണുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ചൂഷണങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ ഇപ്പറഞ്ഞ ബോധങ്ങൾ അവർക്കും നൽകാൻ നമ്മൾ തയ്യാറാകണം. സ്ത്രീ ശാക്തീകരണം എന്നത്, വിശ്വാസിനികളായ കുടുംബിനികളെ ശാക്തീകരിക്കുക എന്നത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവരെ ഉറപ്പിച്ചു നിർത്തുക എന്നത് നമ്മളുടെ അജണ്ടയായി മാറണം. വിദ്യാർത്ഥികളെയും യുവാക്കളെയും അവരുടെ കഴിവുകളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഓലൊന്നും വേണ്ട, നമ്മൾ കുറച്ച് തലനരച്ച ആളുകൾ മാത്രം മതി എന്നല്ല. ഒരുപാട് കഴിവുകളുണ്ട് അവർക്ക്. ഈ മഹല്ലിലെ ആളുകളെ കണ്ടെത്താൻ, വിദ്യാഭ്യാസമുള്ള ആളുകൾ എന്താണ് അവരുടെ നിലവാരം, ഓരോരുത്തരുടെയും വിദ്യാഭ്യാസം എന്ത്, അത് കണ്ടെത്താം. എന്നിട്ടോ ആ കഴിവുള്ള ആളുകളെ, പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാൻ ഉപയോഗിക്കാം. നമ്മുടെ മദ്രസകളൊക്കെ 10 മണി കഴിഞ്ഞാൽ ഫ്രീ ആണ്. ശനിയും ഞായറും ഒരുപാട് സമയം ഫ്രീ ആണ്. സ്പെഷ്യൽ കോച്ചിങ്ങുകൾ കൊടുക്കാൻ കഴിവുള്ളവർ നമ്മളുടെ മഹല്ലിലുണ്ടാകും. നല്ല ജോലിയുള്ള ആളുകൾ ഉണ്ടാകും. അത്തരം ആളുകൾക്ക് ഈ ആളുകളോട് പറയാൻ കഴിയും. ഇങ്ങനെ വിദ്യാർത്ഥികളെ, യുവാക്കളെ, വിദ്യാസമ്പന്നരായ ആളുകളെ ഒക്കെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നിർബന്ധമായും നമ്മളുടെ മഹല്ലിൽ സംഘടിത സക്കാത്ത് ഉണ്ടാകണം. സംഘടിത സക്കാത്ത് ഉണ്ടാകണം. ഇപ്പോഴും റമദാൻ 27 കീശേന്ന് വരുന്ന ആളുകൾക്ക് തലേന്ന് 50-ൻ്റെയോ 20-ൻ്റെയോ കുറെ ചില്ലറ ഉണ്ടാക്കി വെച്ചിട്ട് അതിങ്ങനെ എടുത്തു കൊടുക്കുന്നതാണ് സക്കാത്ത് എന്നല്ല, മാതൃക കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. ആ മഹല്ലുകൾക്ക് അതാണ് സക്കാത്ത് എന്ന് വിചാരിക്കുന്നവർക്ക് അതല്ല. ഇതാ ഞങ്ങളുടെ മഹല്ലിൽ ഞങ്ങളുടെ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് പാവപ്പെട്ട ആളുകൾക്ക് ഞങ്ങൾ സഹായം നൽകുന്നുണ്ട്, ജീവിതമാർഗം നൽകുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് നിലനിൽക്കേണ്ടതുണ്ട്. ഈ തരത്തിൽ വിശ്വാസികളുടെ സമൂല ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ മഹല്ലുകൾക്ക് കഴിയണം. അവരുടെ വിശ്വാസം, അവരുടെ പരലോകം, അവരുടെ സ്വർഗം, നരകം, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ അവരോട് പറയുന്ന, ഭൗതികമായി അവർക്ക് ഏതൊക്കെ മേഖലകളിൽ എത്തിച്ചേരാൻ കഴിയുമോ അതിനൊക്കെ വഴിയൊരുക്കി കൊടുക്കുന്ന ഒരു വലിയ കൃത്യമായ വ്യവസ്ഥാപിത സംവിധാനമായി നമ്മളുടെ മഹല്ലുകൾ മാറുമ്പോൾ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ തരത്തിൽ ഒരു വ്യവസ്ഥാപിത സംവിധാനമായി നമ്മളുടെ മഹല്ലുകൾ മാറ്റുവാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസപരമായി ഉന്നതിയിലേക്ക് എത്തിച്ചേരുകയും അതുവഴി സ്വർഗത്തിൻ്റെ ഉടമകളായി തീരുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പരീക്ഷണങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ